കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز. വളരെ ശ്രദ്ധേയമായിട്ട് ഖുർആൻ പറയുന്നു, എല്ലാ നഫ്സുകളും മരിക്കാനുള്ളതാണ്. മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും. ചിലപ്പോൾ അത് ചെറിയ പ്രായത്തിലാവാം, വേറെ ചിലപ്പോൾ വലിയ പ്രായത്തിലാവാം, ചിലപ്പോ കുറെ കാലം രോഗം വന്ന് കിടന്നിട്ടാവാം, വേറെ ചിലപ്പോൾ ഒരു രോഗവുമില്ലാതെ ആവാം. കുഞ്ഞുമക്കളെ യതീമാക്കിയിട്ട് ഭാര്യയെ വിധവയാക്കിയിട്ട് ഒരു മനുഷ്യനങ്ങ് പോകുന്ന ആ യാത്ര വളരെ ഭീകരമാണ്. കവി പറയുന്നുണ്ട്, എന്താണ് മരണം, എന്താണ് ആ ദുരന്തം? മൈനറിയ തീമായി കണ്ടടം ഒലിച്ചില്ലേ, മണവാട്ടിയെയും വിട്ടതത്ഭുതമല്ലേ. കുഞ്ഞു പൈതലിനെ യതീമാക്കുന്ന മരണം, അതുപോലെ മണവാട്ടി പെണ്ണിനെ വിധവയാക്കുന്ന മരണം. ആ മരണം ഒരു മനുഷ്യന് അനിവാര്യമാണ്. കസ്വൽ മനീയത്തി ദാഇറും മാ ബൈനനാ യുസ്തീഖുമു വയദൂറു ബിന്നുദമായി. മരണത്തിന്റെ കോപ്പയിൽ നിന്ന് കുടിക്കാത്തവരാരാണ്? ആരാണ് രുചിക്കാത്തത്? എല്ലാവരും രുചിക്കാനുള്ളതാണ്. ആയുസ് എന്ന് പറയുന്ന സാധനം കാശ് കൊടുത്ത് വാങ്ങാൻ സാധിക്കുന്ന ഒന്നാണെങ്കിൽ നമ്മൾ പറയും, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്നയാൾ ബാക്കിയാകുമായിരുന്നു, ഇങ്ങനെ കൊണ്ടുപോയെങ്കിൽ ആ മനുഷ്യൻ ബാക്കിയാകുമായിരുന്നു എന്നൊക്കെ നമ്മൾ പറയും. കവി പറയുകയാണ്, ലൗ അന്ന ഉമറൻ മിൻ തബീബിൻ യുശ്തറാ അഹശത്വബീബു ഫലം യമുത് ബിദ്ദാഇ. ഉമർ എന്ന് പറയുന്നത്, ആയുസ് എന്ന് പറയുന്നത് ഒരു ത്വബീബിൽ നിന്ന്, ഒരു ഡോക്ടറിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങാൻ സാധിക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ, ഡോക്ടറെ അടുത്ത് എത്തിയാൽ ബാക്കിയാവുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ, ഡോക്ടർ ബാക്കിയാവണ്ടേ? അയാള് ബാക്കിയായില്ലല്ലോ, പിന്നെ അയാൾക്ക് എങ്ങനെ മറ്റുള്ളവരെ ബാക്കിയാക്കാൻ സാധിക്കും? ഒരിക്കലും സാധ്യമല്ല. അപ്പൊ നമ്മളെല്ലാവരും ആ ഒരു മരണത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങളുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞത്, മോനെ, നേരം പുലർന്നാൽ വൈകുന്നേരമാകുമെന്ന് പ്രതീക്ഷിക്കരുത്, വൈകുന്നേരമായാൽ നേരം പുലരുന്നതും നീ പ്രതീക്ഷിക്കരുത്. ഏത് സമയവും അത് കടന്നു വരാം. അതിനു വേണ്ടിയുള്ള ഒരുക്കം, നല്ല ഒരു യാത്ര പോവണം. അല്ലാഹുവിങ്കലേക്ക് തിരിച്ചു പോകുമ്പോ നല്ല ഒരു പോക്ക് പോവണം. അല്ലെങ്കിൽ എന്താ പിന്നെ ഉള്ളത്? എല്ലാം തകർന്നു. അതുകൊണ്ടാണ് മഹാന്മാരായ മുൻഗാമികൾ അവസാനം നന്നായി കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്തത്. അള്ളാഹുവിന്റെ നബിമാർ വരെ അള്ളാഹുവിനോട് ദുആ ചെയ്തത് അവസാനം നന്നായി കിട്ടാനാണ്. നിങ്ങൾ ചിന്തിക്കൂ, ഏതെങ്കിലും ഒരു നബി ധിക്കാരിയായിട്ട് മരിച്ചു പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ശിർക്ക് സംഭവിച്ചുകൊണ്ടൊരു നബി ഈ ലോകത്ത് നിന്ന് പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും സംഭവിക്കില്ല. അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. എന്നാൽ മഹാനായ സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചെയ്യുന്ന ദുആ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂസുഫിലെ 101-ാമത്തെ ആയത്ത് പറയുന്നുണ്ട്, റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക് വഅല്ലംതനീ മിൻ തഅ്വീലിൽ അഹാദീസ്
فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. ഇത് വളരെ ചിന്തിക്കേണ്ട ഒരായത്താണ്. നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം തന്റെ കൈ ഉയർത്തിയിട്ട് യജമാനനായ അല്ലാഹുവിനോട് പറയാണ്, റബ്ബി, എൻ്റെ റബ്ബേ, ഖദ് ആതൈതനി, നീ എനിക്ക് തന്നല്ലോ അല്ലാഹ്, മിനൽ മുൽക്ക്, നീ എനിക്ക് അധികാരം തന്നു, ശരിയാണ്. ഒന്നിനും കൊള്ളാത്ത പൊട്ടക്കിണറ്റിൽ നിന്ന് എന്നെ എടുത്തുകൊണ്ടുപോയിട്ട് നീ എനിക്ക് ഈജിപ്തിന്റെ രാജാധികാരം തന്നല്ലോ അല്ലാഹ്. യൂസുഫ് അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുകയാണ്. പിന്നെയോ വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ്, ലോകത്തിനപ്രാപ്യമായ അത്ഭുതകരമായ അറിവ്, സ്വപ്നവ്യാഖ്യാനം നീ എനിക്ക് പഠിപ്പിച്ചു തന്നല്ലോ അല്ലാഹ്. ഫാത്തിറസ്സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ സൃഷ്ടാവായ അല്ലാഹ്, സംവിധായകനായ അല്ലാഹ്. അൻത വലിയ്യി ഫിദ്ദുനിയാ വൽ ആഖിറ, ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും എൻ്റെ രക്ഷാധികാരി നീ തന്നെയാണ് അല്ലാഹ്. ഇതൊക്കെ പറഞ്ഞിട്ട് മഹാനവർകൾക്ക് അല്ലാഹുവിനോട് പറയാനുള്ളത്, തവഫനി മുസ്ലിമാ, എന്നെ മുസ്ലിമാക്കിയിട്ട് മരിപ്പിക്കണേ അല്ലാഹ്. ഒരു നബിയുടെ പ്രാർത്ഥനയാണ്. ഈ ബദരയിലെ ഏതോ ഒരു യൂസുഫിന്റെ പ്രാർത്ഥനയല്ല, ഏതോ ഒരു അഹ്മദിന്റെ, ഏതോ ഒരു അബൂബക്കറിന്റെ പ്രാർത്ഥനയല്ല. മഹാനായ യൂസുഫ് അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയാ, തവഫനി മുസ്ലിമാ, എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാഹ്. പിന്നെയോ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, നീ എന്നെ സ്വാലിഹീങ്ങളുടെ കൂടെ ചേർക്കുകയും ചെയ്യണേ അല്ലാഹ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ദുആ ചെയ്തത്? അവസാനം മോശമായി പോയാൽ എല്ലാം കഴിഞ്ഞിരിക്കുന്നു, അത് പേടിച്ചിട്ടാണ്. ഒരു ധിക്കാരിയുടെ മരണം അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ വളരെ വിശദീകരിച്ചുകൊണ്ട് പല ആയത്തുകളിലായി പഠിപ്പിക്കുന്നുണ്ട്. ഒരഹങ്കാരിയുടെ പതനം നോക്ക് നിങ്ങൾ, ഒരൊറ്റ ആയത്ത് മാത്രം ഞാൻ ഓതാം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അംഫാലിലെ ആയത്ത് നമ്പർ 50-51 ഒരു സ്ഥലം മാത്രം ഞാൻ പറയാം. ധിക്കാരിയുടെ മരണം എങ്ങനെയായിരിക്കും നാം പഠിക്കണം. ഖുർആൻ പറയുന്നു, വലൗ തറാ إذ يتوفى الذين كفروا الملائكة يضربون وجوههم وأدبارهم وذوقوا عذاب الحريق ذلك بما قدمت أيديكم وأن الله ليس بظلام للعبيد. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വലൗ തറാ, നബിയെ അങ്ങെങ്ങാനും കണ്ടാൽ, നബിയെ അങ്ങ് കണ്ടാൽ, ഇത് യതവഫ, മരിപ്പിക്കുന്ന രംഗം കണ്ടാൽ, ഈ ദുനിയാവിൽ നിന്ന് പോകുന്ന രംഗം കണ്ടാൽ, ആരെ മരിപ്പിക്കുന്ന രംഗം? അല്ലദീന കഫറു, കുഫർ സംഭവിച്ചു പോയ, അഹങ്കാരത്തിന്റെ പടുകുഴിയിൽ വീണുപോയ തെമ്മാടികൾ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന രംഗം കണ്ടാൽ എങ്ങനെയായിരിക്കും പോകുന്നത്? അൽ മലായികതു യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, അല്ലാഹുവിന്റെ മഹാന്മാരായ മലക്കുകൾ, ഗൗരവരൂപത്തിൽ വരുന്ന മലക്കുകൾ വന്നിട്ട് യദ്രിബൂന, അവരെ അടിച്ചുകൊണ്ടിരിക്കുന്നു, വുജൂഹഹും, അവരുടെ മുൻഭാഗത്ത്, വഅദ്ബാറഹും, അവരുടെ പിൻഭാഗത്ത്. മുന്നിലും പിന്നിലും മലക്കുകൾ വന്ന് അടിച്ചുകൊണ്ടിരിക്കുന്ന രംഗമെങ്ങാനും നബിയെ അങ്ങ് കണ്ടാൽ സാധിക്കൂല, അത് കാണാൻ സാധിക്കൂല. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന കാഴ്ചയല്ല. ഇങ്ങനെ പലതും അല്ലാഹു നമ്മുടെ കണ്ണിന് കാണിച്ചു തന്നില്ല. കണ്ടാൽ ബോധം കെട്ട് വീഴുന്ന പല രംഗങ്ങളുമുണ്ട് ഇവിടെ.
ബോധം കെട്ട് വീഴുന്ന പല രംഗങ്ങളുമുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനം ഒരു ഹദീസ് വായിക്കും. അപ്പൊ ഞാൻ നിങ്ങളോട് പറയും. നേരത്തെ പറഞ്ഞതിന് ഉദാഹരണം ഇതാണ്. ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോയാൽ നമ്മുടെ വിഷയം പ്രയാസകരമാകും. അപ്പോ ഖുർആൻ പറയുന്നു, മുന്നിലും പിന്നിലും അടി. അടിക്കുന്ന മലക്കുകൾ എന്താ പറയുന്നത്? കരിച്ചു കളയുന്ന ശിക്ഷ അനുഭവിച്ചോളൂ. എന്തിനാണ് ഈ ശിക്ഷ? ഇത് നിങ്ങൾ മുമ്പ് ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ്, പരിഹാരമാണ്. ചെയ്ത തോന്നിവാസങ്ങൾക്ക്, വൃത്തികേടുകൾക്കുള്ള ശിക്ഷയാണ്. അകാരണമായി വെറുതെ അല്ലാഹു അവന്റെ അടിമകളെ വേദനിപ്പിക്കൂല. തല്ലുന്ന മലക്കുകൾ പറയാണ്, ഇത് നീ കുടിച്ച കള്ളിന് പകരം, ഇത് നീ പിടിച്ച പെണ്ണിന് പകരം, ഇത് നീ കാണിച്ച തെമ്മാടിത്തത്തിന് പകരം ഞങ്ങളെ ഏൽപ്പിച്ച അടിയാണ്. അപ്പൊ മുന്നിലും പിന്നിലും അടി കിട്ടുകയാണ് അവർക്ക്. ഇനി അടി കിട്ടിയതിന് ഉദാഹരണം വേണോ? നിങ്ങൾ അടി കിട്ടിയതിന് ഉദാഹരണം വേണോ? ഈ ആയത്തിന്റെ തഫ്സീറിൽ ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു കസീർ തങ്ങൾ തന്റെ തഫ്സീറിൽ ഉദാഹരണം പറയുന്നുണ്ട്. എന്താ ഉദാഹരണം? ബദർ യുദ്ധം നടക്കുമ്പോ ആ ബദറിലാണല്ലോ അബൂജഹൽ തകർന്നു വീണത്. അഹങ്കാരത്തിന്റെ കുപ്പായം ധരിച്ചുകൊണ്ട് ബദറിൽ പോയ അബൂജഹൽ എത്ര വലിയ ധിക്കാരിയായിരുന്നു. മഹാനായ മോയിൻകുട്ടി വൈദ്യർ അബൂജഹലിന്റെ പുറപ്പാട് പറയുന്നുണ്ട്. പുറപ്പെട്ട അബൂജഹലുടൻ കിബർ പൊങ്കിയളും ലിബാസ് ചമൈന്ത് പുതുമാ ഹസബികൾ വൈത ഹരീറു മുടുത്തിടവേ മിക മികവായ പട്ടുകളും അരനാട ചൊട്ടികളും പല പണി പുതുവായി എടുത്തൊരു ഹാത്തം വിരൽക്ക് പതിത്തിടലായി. ബദറിൽ പോവാൻ അബൂജഹൽ പ്രത്യേകം മോതിരം പണിയിപ്പിച്ചു, പ്രത്യേകം വസ്ത്രമുണ്ടാക്കി, പ്രത്യേകം ആയുധങ്ങൾ ഒരുക്കി, അഹങ്കാരത്തിന്റെ സർവ്വമേമ്പൊടികളും ധരിച്ച് ആ ബദറിൽ പോയ അബൂജഹൽ സ്വഹാബത്തിന്റെ കരങ്ങളാൽ അല്ലെങ്കിൽ മലക്കുകളുടെ കരങ്ങളാൽ കൊല്ലപ്പെട്ടത് ആ ബദർ യുദ്ധത്തിലാണ്. ആ ചർച്ച കിടക്കുന്ന അബൂജഹലിന്റെ ശരീരം കണ്ട ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഇന്നി റഅയ്തു, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടല്ല നബിയേ, ബിളഹിരി അബീ ജഹലിൻ, അബൂജഹലിന്റെ മുതുകിൽ മിസ്ല ശിറാഖ്, ചെരുപ്പിന്റെ വാറ് പതിഞ്ഞ പോലെ ഒരു കല അബൂജഹലിന്റെ പുറത്ത് ഞാൻ കണ്ടല്ലോ നബിയേ. ഇത് ഇബ്നു കസീർ തങ്ങളുടെ തഫ്സീറിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ചെരുപ്പിന്റെ വാറ് പതിഞ്ഞ പോലെ ഒരു കല അബൂജഹലിന്റെ പുറത്ത് ഞങ്ങൾ കണ്ടല്ലോ നബിയേ. ഫമാദാക യാ റസൂലല്ലാഹ്, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? നമ്മളാരും അവനെ കയറുകെട്ടി വലിച്ചിട്ടില്ലല്ലോ, ചാട്ട കൊണ്ട് നമ്മളാരും അവനെ അടിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്താണ് അവന്റെ പുറത്തു വന്ന കലയെന്ന് ചോദിക്കുമ്പോ ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുക, അത് മറ്റൊന്നുമല്ല സ്വഹാബത്തെ, ലർബുൽ മലായികത്തി, മലക്കുകളുടെ കയ്യിൽ നിന്ന് കിട്ടിയ തല്ലാണ്, മലക്കുകളിൽ നിന്ന് കിട്ടിയ അടിയുടെ കലയാണ്, പാടാണെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ധിക്കാരിയുടെ മരണം അതിഭീകരമാണ്. എന്നാൽ ഈ അടി ബദറിൽ മാത്രമായിരിക്കുമോ? ആയത്ത് വിശദീകരിച്ചുകൊണ്ട്, ഈ സംഭവവും വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ തങ്ങൾ പറയുന്നു, ഈ അടി ബദറിൽ മാത്രമല്ല, മറിച്ച് വലാകിന്നഹു ആമ്മുൻ ഫീ ഹഖ്ഖി കുല്ലി കാഫിരിൻ, ലോകത്തുള്ള സർവ്വ കാഫിറിനും ഈ അടി കിട്ടാനുള്ളതാണ്. നമ്മുടെ കണ്ണുകൊണ്ടത് കാണാൻ സാധിക്കുന്നില്ലെന്ന് മാത്രം. അപ്പൊ ഭീകരമായിരിക്കും അടി. ഇനി ഖുർആൻ പറയുന്നത് യദ്രിബു, അടിക്കും എന്നാണ്. ലറബ എന്ന പദത്തിനർത്ഥം അടിക്കുക എന്ന് മാത്രമല്ല, വാളുകൊണ്ട് വെട്ടുന്നതിനും പറയാം ലറബ എന്ന്. ദർബും ബിസ്സൈഫ്, വെട്ടിയതിന് ഉദാഹരണം വേണോ നിങ്ങൾ? ഇതേ ആയത്തിന്റെ തഫ്സീറിൽ
ബഹുമാനപ്പെട്ട ത്വബരിയുടെ തഫ്സീറിൽ ഒരു ഉദാഹരണം കാണാം. ഇതേ ബദർ യുദ്ധത്തിൽ ഒരു മനുഷ്യൻ, ഒരു സഹാബി വന്നിട്ട് പറയുന്നു, നബിയേ, എനിക്ക് ഭയങ്കര ആഗ്രഹം, ഒരു തെമ്മാടിയെ എന്റെ കരം കൊണ്ട് വകവരുത്തണമെന്ന്. ഇന്നി ഹമൽതു അലാ റജുലിൻ മിനൽ മുശ്രികീൻ, ഞാനൊരു മുശ്രിക്കീങ്ങളിൽപ്പെട്ട ഒരുത്തന്റെ പിറകെ തന്നെ കൂടി. ആ മനുഷ്യന്റെ പിറകെ തന്നെ കൂടി അവനെ ഒന്ന് ശരിപ്പെടുത്തണമെന്ന കരുത്തോടുകൂടെ അവസാനം ഞാൻ അവനെ വെട്ടാൻ വേണ്ടി അങ്ങോങ്ങി. എനിക്കതിനുള്ള സന്ദർഭം ഒത്തുവന്നു. ചാൻസ് കിട്ടുമ്പോ വെട്ടണമെന്ന് കരുതിയിട്ടാ ഞാൻ പോയത്. അതിനുള്ള ചാൻസ് എനിക്ക് അങ്ങ് ഒത്തുവന്നപ്പോൾ ഞാൻ എന്റെ വാളങ്ങുയർത്തേണ്ട താമസം ഞാൻ വെട്ടിയില്ല. അതിന് മുന്നേ നദറ സഖത എന്നാണ് അതിനർത്ഥം. തല ഉരുണ്ടിങ്ങി താഴെ വീണു. ഞാൻ അവനെ വെട്ടിയിട്ടില്ല നബിയേ. ഞാൻ വെട്ടുന്നതിന് മുന്നേ അവന്റെ തല ഉരുണ്ട് താഴെയിങ്ങ് വീണു. എനിക്ക് പ്രയാസമായി, എനിക്ക് സാധിച്ചില്ലല്ലോ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോടും പറഞ്ഞിടോ, സബഖക ഇലൈഹിൽ മലക്കൂ, മലക്ക് നിന്നെ പിറകിലാക്കിയതാണ്, മലക്ക് നിന്നെ ഓവർടേക്ക് ചെയ്തതാണ്. നീ വെട്ടുന്നതിന് ഒരു സെക്കൻഡ് മുന്നേ മലക്കൊരു വെട്ടങ്ങ് കൊടുത്തതാണ്. ധിക്കാരിയുടെ മരണം അതിഭീകരമാണ്, വളരെ ഗൗരവമാണ്. ഇനി ഹദീസ് വേണോ നിങ്ങൾ? ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് തങ്ങൾ തന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കേട്ടോളൂ. വഅനിൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു, മഹാനായ ബറാ ഇബ്നു ആസിബ് തങ്ങളിൽ നിന്ന് നിവേദനം ചെയ്യുന്നു. ഖാല, മഹാനവർകൾ പറയുന്നു, ഖറജ്നാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ പോയി. ഫീ ജനാസത്തി റജുലിൻ മിനൽ അൻസാർ, അൻസാരികളിൽപ്പെട്ട ഒരു സ്വഹാബിയുടെ ജനാസയും വഹിച്ചുകൊണ്ട് ഞങ്ങൾ പോയി. ഖബർസ്ഥാനിലേക്ക് പോയി. അവസാനത്തെ യാത്ര, മടക്കമില്ലാത്ത യാത്ര. ഒരൻസ്വാരിയുടെ ജനാസയും വഹിച്ചു കൊണ്ടുപോയി. പക്ഷേ ഞങ്ങൾ ചെന്ന് നോക്കുമ്പോ വലമ്മായുൽഹദ്, ഖബറിന്റെ പണി പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ഖബർ കുഴിച്ച് തീർന്നിട്ടില്ല. അതിന്റെ അവസാനത്തെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കുറഞ്ഞ സമയം അവിടെ ബാക്കി വന്നപ്പോ ഫജലസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇരുന്നു. അവിടെ നിന്നിരുന്നപ്പോൾ വജലസ്നാ ഹൗലഹു, അവിടുത്തെ ചുറ്റിലും ഞങ്ങളും ഇരുന്നു. എങ്ങനെയാ ഞങ്ങൾ ഇരിക്കുന്നത്? കഅന്ന അലാ റൂസിന ത്വയ്ർ, ഞങ്ങളുടെ തലയിൽ പക്ഷി ഇരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നി. അത്ര അച്ചടക്കത്തിലാണ്. വല്ലാതെ തല ഇങ്ങനെ അനക്കിക്കൊണ്ടിരുന്ന പക്ഷി വന്നിരിക്കുവോ? ഇരിക്കില്ല. പക്ഷി ഇരിക്കുന്നത് ജീവനില്ലാത്ത സാധനത്തിന്റെ മുകളിലാണ്. അല്ലെങ്കിൽ ഈ സാധനം എന്നെ ഒന്നും ചെയ്യില്ല എന്ന് പക്ഷിക്ക് തോന്നണം. അങ്ങനെ തോന്നുന്നിടത്തെ പക്ഷി വന്നിരിക്കൂ. സ്വഹാബത്ത് പറയാ, ഞങ്ങളിൽ ഓരോരുത്തരുടെയും തലയിൽ പക്ഷി വന്നിരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നി. അഥവാ അത്രയും അച്ചടക്കത്തിലാണ്. ഈ അച്ചടക്കത്തിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമതായിട്ട് തൊട്ട് മുന്നിലിരിക്കുന്നതാരാണ്? അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. രണ്ടാമതോ തൊട്ട് മുമ്പിലുള്ളത് ജനാസയാണ്, മയ്യത്താണ്. അവിടെ അനാദരവ് പാടില്ല. ഞങ്ങൾ വളരെ അച്ചടക്കത്തോടുകൂടെ അവിടെ ഇരുന്നപ്പോൾ അവിടുത്തെ കയ്യിൽ ഒരു വടിയുണ്ടായിരുന്നു. ആ വടി നിലത്ത് കുത്തിയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. പെട്ടെന്ന് അവിടുത്തെ തലയും ഉയർത്തി. തലയും ഉയർത്തിയിട്ട് ഫഖാല, അവിടെ നിന്ന് പറഞ്ഞു, ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബ്രി, ഇസ്തഈദു ബില്ലാഹ്, എല്ലാവരും അല്ലാഹുവിനോട് കാവൽ തേടിക്കോ. മിൻ അദാബിൽ ഖബ്രി, ഖബറിലുള്ള ശിക്ഷയിൽ നിന്ന് കാവൽ തേടിക്കോ.
ഖബർ ഭയങ്കരമാണല്ലോ. ഇൻഷാ അല്ലാഹ് ഇതിന്റെ അവസാന ഭാഗം നമ്മൾ ഖബർ പറയും. അതുകൊണ്ട് ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോകുന്നില്ല. ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബരി മറത്തൈനി ഔ സലാസ. 2 or 3 തവണ അവിടുന്ന് പറഞ്ഞു, എല്ലാവരും ഖബറിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന് കാവൽ തേടിക്കോളൂ. സഹാബത്തിനോട് പറഞ്ഞു. അതിനുശേഷം അവിടുന്ന് സഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നു 2 മരണങ്ങൾ. ഒന്ന് ഒരു നല്ല മനുഷ്യന്റെ മരണമാണ്, മറ്റൊന്നൊരു തെമ്മാടിയുടെ മരണമാണ്. ഒന്നാമതായിട്ട് അവിടുന്ന് പറഞ്ഞു കൊടുത്തത് ഒരു നല്ല മനുഷ്യന്റെ മരണമാണ്. രണ്ടാമത് പറയുന്നത് ഒരു തെമ്മാടിയുടെ മരണമാണ്. നല്ല മനുഷ്യന്റെ മരണം ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് അവസാനം പറയാം. ഒരു തെമ്മാടിയുടെ മരണം എന്താ അവസ്ഥ? ഇന്നൽ അബ്ദൽ കാഫിറ, നിഷേധിയായ ഒരടിമ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞ് ആഖിറത്തിലേക്ക് പോകുന്ന സമയമായാൽ, ഒരറ്റാക്ക് അല്ലെങ്കിൽ മറ്റെന്തോ ഒരസുഖം, ആളുകളൊക്കെ കൂടി അവനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. കാസർഗോഡ് കൊണ്ടുപോയപ്പോ പറഞ്ഞു കോഴിക്കോട് പോവണം, കോഴിക്കോട് പോയപ്പോ മദ്രാസിൽ പോവണം. ഏത് ലോകത്ത് പോയാലും വേണ്ടില്ല, ഇനിയോ വീട്ടിൽ കിടന്നങ്ങ് മരിച്ചാലും വേണ്ടില്ല, ഏത് വിധേന മരിച്ചാലും അവന്റെ അവസ്ഥ ഹദീസിൽ കാണാം. എന്താണ് അവന്റെ അവസ്ഥ? നസല ഇലൈഹി മിനസ് സമാഇ മലായിക, ആ മനുഷ്യന്റെ അരികിലേക്ക് വാനലോകത്ത് നിന്ന് മലക്കുകൾ വരാൻ തുടങ്ങി. മലക്കുകൾ വരാൻ തുടങ്ങി. എങ്ങനത്തെ മലക്കുകൾ? സൂദുൽ വുജൂഹ്, കറുത്തിരുണ്ട മുഖങ്ങളുള്ള, കണ്ടാൽ പേടി തോന്നുന്ന മലക്കുകൾ. ആ മലക്കുകളുടെ കയ്യിലുള്ളതോ അൽ മുസൂഹ്, നരകത്തിലുള്ള കരിമ്പടങ്ങളാ, നരകത്തിലുള്ള ചീഞ്ഞ ദുർഗന്ധം വമിക്കുന്ന വസ്ത്രങ്ങളാണ്. ആ കരിമ്പടങ്ങളുമായിട്ടാണ് വരുന്നത്. ഫയജ്ലിസൂന മിൻഹു മദ്ദൽ ബസർ, ഈ മനുഷ്യന്റെ കണ്ണെത്തുന്ന ദൂരത്തോളം അങ്ങോട്ട് നോക്കിയാൽ അവിടെ മലക്കുകൾ, ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ മലക്കുകൾ. ഏതൊക്കെ ഭാഗത്ത് അവന്റെ കണ്ണെത്തുന്ന ദൂരത്തോളം ഈ മലക്കുകൾ വന്നങ്ങിരുന്നു പോയി. പ്രാണമാണ്, ബേജാറാണ്. ഡോക്ടർ പറയുന്നുണ്ട് ഓക്സിജൻ കൊടുക്കണം. ആരോ പറയുന്നുണ്ട് നമ്മൾക്ക് ഇന്ന് ആശുപത്രിയിൽ കൊണ്ടുപോവാം. ഇതൊന്നും ഇയാൾ അറിയുന്നില്ല. ഇയാൾ വെപ്രാളത്തിലാണ്. ഇയാളുടെ ചുറ്റിലും വന്ന് നിരന്നിരിക്കുന്ന മലക്കുകളെ കണ്ട് ഇയാൾ ബേജാറില്ല. അവസാനം മലക്കുൽ മൗത്ത്, അവസാനം എല്ലാ മലക്കുകളും വന്ന് അണിനിരന്നാൽ ഒരു മലക്ക് മാത്രമേ ഇനി വരാൻ ബാക്കിയുള്ളൂ. ഏതാണ് ആ മലക്ക്? ഒരിക്കലും ഒരു സെക്കൻഡ് പോലും താമസിപ്പിക്കാത്ത മലക്ക്. മുതലാളിയെന്നോ തൊഴിലാളിയെന്നോ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ എവിടെയും കടന്നു വരുന്ന മലക്ക്. കല്യാണ വീട്ടിലും കണ്ടു മലക്കുൽ മൗത്തിന്റെ മിന്നലാട്ടം, ആഹ്ലാദത്തിനിടയിലും കണ്ടു മലക്കുൽ മൗത്തിന്റെ രംഗപ്രവേശനം. മണിയറയിലേക്ക് പോവണ്ട പുതിയാപ്പിളയെ മണ്ണറയിൽ കൊണ്ടുപോവാൻ മടിയില്ലാത്ത മലക്കാണ് ആ മലക്ക്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കുഞ്ഞുമോനെ പേറിയിട്ട് പ്രസവിക്കാൻ കാത്തുനിന്ന ഭാര്യ പൈതലിന് ജീവൻ കൊടുത്തപ്പോ അവള് പോയി, കുഞ്ഞ് ബാക്കിയായി. എല്ലാം ഈ മലക്കിനെ കൊണ്ട് അള്ളാഹു ചെയ്യിച്ച പണികളാണല്ലോ. ആ മലക്കിന് ഒരുത്തന്റെ മുന്നിലും തലകുനിക്കേണ്ടി വന്നില്ല. ഒരൊറ്റ മനുഷ്യന്റെ മുന്നിലേ ആ മലക്ക് സമ്മതം ചോദിച്ചിട്ടുള്ളൂ. ആരുടെ മുന്നിലാ തലകുനിച്ചത്? ആരുടെ മുന്നിലാ സമ്മതം ചോദിച്ചത്? റബീഉൽ അവ്വലിന്റെ പ്രിയപ്പെട്ട നായകൻ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ മലക്കുൽ മൗത്ത് സമ്മതം കിട്ടിയിട്ടേ കയറിയിട്ടുള്ളൂ എന്ന് ഇമാം ബൈഹഖി തങ്ങൾ തന്റെ കിതാബിൽ ഉദ്ധരിക്കുന്നുണ്ട്. വേറെ ഒരു സ്ഥലത്തും മലക്കുൽ മൗത്ത് കാത്തു നിന്നിട്ടില്ല. ആമിന ബീവിയുടെ മോനെ കൊണ്ടുപോവാൻ ആ മലക്ക് വന്നപ്പോൾ വീട്ടിന്റെ പടിക്കൽ അവിടെ നിന്നു.
ഇമാം ബൈഹഖി തങ്ങൾ തന്റെ കിതാബിൽ ഉദ്ധരിക്കുന്നുണ്ട്, ലമ്മാ മരിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തിന്റെ രോഗത്തിൽ കിടക്കുമ്പോൾ അതാഹു ജിബ്രീൽ അലൈഹിസ്സലാം, സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ഇന്നല്ലാഹ അർസലനീ ഇലൈക തക്രീമൻ ലക വതശ്രീഫൻ ലക വഖാസതൻ ലക യാ റസൂലല്ലാഹ്. നബിയേ, അല്ലാഹു തആല എന്നെ പറഞ്ഞയച്ചിരിക്കുകയാണ്. എന്തിനാണ് എന്നെ പറഞ്ഞയച്ചത്? തക്രീമൻ ലക, അങ്ങയോടുള്ള ആദരവ് കൊണ്ട് പറഞ്ഞയച്ചതാണ്. അതേപോലെ വതശ്രീഫൻ ലക, അങ്ങേക്കുള്ള മഹത്വം കാരണം പറഞ്ഞയച്ചതാണ്. വഖാസതൻ ലക, ഇത് അങ്ങേക്ക് മാത്രം പ്രത്യേകമാണ് നബിയേ. അവിടുത്തെ വിശേഷമൊക്കെ ചോദിച്ചിട്ട് പോയി. സുമ്മാഅതാഹു സാനിയൻ, രണ്ടാമത്തെ ദിവസവും വന്നു, വിശേഷങ്ങളൊക്കെ ചോദിച്ചു പോയി. സുമ്മാഅതാഹു സാലിസൻ, മൂന്നാമത്തെ ദിവസവും വന്നു. അന്ന് വിശേഷങ്ങളൊക്കെ ചോദിച്ചു പോകുന്നതിന് പകരം സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, നബിയേ, ഇന്ന് ഞാൻ ഒറ്റക്കല്ല, ഹാദാ മലക്കുൽ മൗത്ത്, ഇന്നെന്റെ കൂടെ സയ്യിദുനാ അസ്റായീൽ അലൈഹിസ്സലാം മലക്കുൽ മൗത്ത് ഉണ്ട് നബിയേ. എന്നിട്ടോ മലക്കുൽ മൗത്ത് യസ്തഅ്ദിനു അലൈക്, അങ്ങയോട് സമ്മതം ചോദിക്കുന്നുണ്ട് നബിയെ. വീട്ടിന് പുറത്തുണ്ട്, മലക്കുൽ മൗത്ത് ഇങ്ങോട്ട് കയറിയിട്ടില്ല നബിയെ. അങ്ങയുടെ സമ്മതത്തിന് കാത്തു നിൽക്കുകയാണ് നബിയെ. എന്നിട്ട് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, നബിയെ, മസ്തഅ്ദന അലാ ആദമിയ്യിൻ ഖബ്ലക വലാ യസ്തഅ്ദിനു അലാ ആദമിയ്യിൻ ബഅദക. മസ്തഅ്ദന, ആ മലക്ക് സമ്മതം ചോദിച്ചിട്ടില്ല നബിയെ. അലാ ആദമിയ്യിൻ ഖബ്ലക, ഇതിനു മുമ്പ് ഒരൊറ്റ മനുഷ്യനോടും ആ മലക്ക് സമ്മതം ചോദിച്ചിട്ടില്ലല്ലോ. വലാ യസ്തഅ്ദിനു അലാ ആദമിയ്യിൻ ബഅദക, ഇനി ഖിയാമത്ത് നാൾ വരെ ഒരു മനുഷ്യനോടും ആ മലക്ക് സമ്മതം ചോദിക്കുകയുമില്ല നബിയെ. ഇതൊറ്റ തവണ മാത്രമാണ്, അങ്ങയോട് മാത്രമാണ്. എന്താ വേണ്ടത്? സമ്മതം കൊടുക്കണോ? ഫഖാല, അവിടെന്ന് പറയുന്നു, ഏദൻ ലഹു, സമ്മതമങ്ങ് കൊടുത്തേക്ക് ജിബ്രീലേ. ഫഅദിന ലഹു, അപ്പോഴാ സമ്മതം കൊടുത്തത്. സമ്മതമങ്ങ് കൊടുത്തപ്പോഴോ അതാ കയറി വരുന്നു. ഫസല്ലമ അലൈഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം ചൊല്ലുന്നു. സുമ്മ ഖാല, എന്നിട്ട് പറയുന്നു, ഇന്നല്ലാഹ അർസലനീ ഇലൈകി, നബിയേ, അല്ലാഹു തആല എന്നെ അങ്ങയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ് നബിയേ. ഫഇൻ അമർതനി, അങ്ങനോട് കൽപ്പിച്ചാൽ, ആര് കൽപ്പിച്ചാൽ? അങ്ങനോട് കൽപ്പിക്കണം. എന്തിന്? അന അഖ്ബിള റൂഹക, ഞാൻ അങ്ങയുടെ റൂഹ് പിടിക്കണമെന്ന്. നബിയെ, അങ്ങനോട് കൽപ്പിച്ചാൽ അഖ്ബിളു, ഞാൻ ഇങ്ങ് പിടിക്കും. ഇല്ല, ഇനി അങ്ങ് വേണ്ടെന്ന് പറഞ്ഞാൽ അത്റുകൂ, ഞാൻ അങ്ങയുടെ റൂഹ് പിടിക്കാതെ ഞാൻ എന്റെ വഴിക്കങ്ങ് പോകും നബിയേ. അള്ളാഹുവിന്റെ ഓർഡർ അങ്ങയോട് ചോദിച്ചിട്ട് വേണ്ടത് ചെയ്തോളൂ എന്നാ. അപ്പൊ ലോകത്ത് ഒരു മനുഷ്യന്റെ മുന്നിലും മലക്കുൽ മൗത്ത് സമ്മതത്തിന് കാത്തു നിന്നില്ല. ഒരൊറ്റ മനുഷ്യന്റെ മുന്നിലല്ലാതെ. ആരാണ് ആ മനുഷ്യൻ? നമ്മുടെ കരളിന്റെ തേട്ടമായ, നമ്മുടെ ആശാകേന്ദ്രമായ അഷ്റഫുൽ വറാ ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് മാത്രമാണ്. ഇവിടെ തെമ്മാടിയുടെ തലഭാഗത്തൊരൊറ്റ സീറ്റ് ഒഴിവുണ്ട്. അത് മലക്കുൽ മൗത്തിനുള്ള സീറ്റാണ്. സുമ്മയജീഉ മലക്കുൽ മൗത്ത്, അവസാനം ആ സീറ്റിൽ മലക്കുൽ മൗത്തും വന്നങ്ങിരുന്നാൽ ഫില്ലായി, എല്ലാരും എത്തി. എന്നിട്ട് എന്തായിരിക്കും മലക്കുൽ മൗത്ത് പറയുന്നത്? അയ്യത്തുഹൻ നഫ്സുൽ ഖബീസ, ഏ വൃത്തികെട്ട ആത്മാവേ. അവരൊറ്റ വിളി മതിയാവും ഒരു മനുഷ്യന്റെ എല്ലാം തകർന്ന് തരിപ്പണമാവാൻ.
ആ വിളി കേൾക്കാൻ സാധിക്കുമോ ഒരാൾ? അല്ലാഹു ആ വിളിയിൽ നിന്ന് നമ്മെ രക്ഷിക്കുമാറാകട്ടെ. എന്താ വിളിക്കുന്നത്? അയ്യത്തുഹൻ നഫ്സുൽ ഖബീസ, ഏ വൃത്തികെട്ട ആത്മാവേ, ഏ നശിച്ച ആത്മാവേ, ഉഖ്റുജി, ഇങ്ങോട്ടിറങ്ങിക്കോ, ഇലാ സഖത്തിൻ മിനല്ലാഹ്, അള്ളാന്റെ കോപത്തിലേക്ക് ഇറങ്ങിക്കടാ, ഇറങ്ങടാ ഇങ്ങോട്ട്. ഇന്ന് തലഭാഗത്ത് മലക്കുൽ മൗത്ത് വന്നങ്ങ് പറയുമ്പോ ആരോടാ ഇറങ്ങാൻ പറയുന്നത്? നീയും നിന്റെ ഭാര്യയും ഒന്നായി ജീവിക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി. ഒരു ദിവസം നിന്റെ ഭാര്യ കൂടെ ഇല്ലെങ്കിൽ നിനക്ക് വിഷമമാണ്. എന്നാലും നീ നിന്റെ ഭാര്യയെ പിരിഞ്ഞിട്ട് കുറെ താമസിക്കാറുണ്ട്. നിന്റെ കുഞ്ഞുമോൻ, ആ മോനെ വിട്ട് നിനക്ക് താമസിക്കാൻ പ്രയാസമാണ്. എവിടെ ചെന്നാലും വേഗം വീട്ടിലെത്തണമെന്ന ചിന്തയാണ്. എന്റെ മോനെ കാണണം, എന്റെ മോളെ കാണണം. എന്നാലും നീ നിന്റെ മോളെയും മോനെയും ഒക്കെ വിട്ടിട്ട് പലയിടത്തും താമസിക്കാറുണ്ട്. എന്നാൽ നിന്റെ ഈ ശരീരവും നിന്റെ റൂഹും ഒരു സെക്കൻഡ് വേർപിരിയാതെ കഴിഞ്ഞുകൂടിയവരാ. 4-ാം മാസത്തിൽ ഉമ്മാന്റെ വയറ്റിൽ ഒരു മാംസക്കട്ടയായി നീ കിടക്കുമ്പോ അല്ലാഹു തആല ഇട്ടുതന്ന റൂഹ് നിന്നെ പിരിയുകയാണ് മോനെ. അതാണ് മരണമെന്ന് പറയുന്നത്. 4-ാം മാസത്തിൽ ഉമ്മാന്റെ വയറ്റിൽ കിടക്കുന്ന ആ ഒരു സ്റ്റേജിൽ നിനക്ക് അല്ലാഹു നിന്റെ ഈ ഒരു മാംസകഷ്ണത്തിലേക്ക് അല്ലാഹു തന്ന റൂഹ്, അതിനോടാ മലക്കുൽ മൗത്ത് ഇറങ്ങാൻ പറയുന്നത്. ആ ഒരു രംഗം അത് വല്ലാത്ത രംഗമാണ്. ശരീരം ഒരിക്കലും സമ്മതിക്കില്ല റൂഹിനെ പുറത്തേക്ക് വിടാൻ. പ്രത്യേകിച്ച് മലക്കുൽ മൗത്ത് ഈ വിളിയങ്ങ് വിളിക്കുമ്പോഴേക്ക് ഹദീസിൽ കാണാം, ഫതഫറഖ ഫീ ജസദിഹി, അവന്റെ ശരീരത്തിൽ ഒളിക്കാൻ സ്ഥലം നോക്കും ഒരുത്തന്റെ ആത്മാവ്. പുറത്തേക്ക് ഇറങ്ങൂല, പേടിച്ചിട്ട് പുറത്തേക്കിറങ്ങുന്നില്ല. ഒളിച്ചു കളിക്കാൻ നോക്കുമ്പോൾ അതിനെ ഊരിങ്ങെടുക്കുമെന്നാണ് ഹദീസിലുള്ളത്. ആ മനുഷ്യന്റെ റൂഹിനെ മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം ഊരിങ്ങെടുക്കും, വലിച്ചിങ്ങെടുക്കും. ഏതുപോലെ? വളരെ വേദനയോടുകൂടെ, നനഞ്ഞ പഞ്ഞിയിലൂടെ. ഹദീസിൽ പറയുന്നത് അങ്ങനെയാണ്, നനഞ്ഞ പഞ്ഞിയിലൂടെ ഇരുമ്പിന്റെ ദണ്ട് വലിച്ചെടുക്കും പോലെ കടുത്ത വേദന, കൊളുത്തി വലിക്കുന്ന വേദനയോടുകൂടെ അവന്റെ ആത്മാവിനെ മലക്കുൽ മൗത്ത് വലിച്ചിങ്ങെടുക്കും. ഊരിങ്ങെടുക്കും, വലിച്ചിങ്ങെടുത്താലോ ചുരുക്കി പറയാം, നമ്മൾക്ക് ഒരു സെക്കൻഡ് പോലും ആ വൃത്തികെട്ട ആത്മാവിനെ തന്റെ കയ്യിൽ വെക്കുന്നില്ല. ഈ വന്ന മലക്കുകളുടെ കയ്യിലേക്കങ്ങ് കൊടുക്കും. അവരുടെ കയ്യിലങ്ങ് കിട്ടിയാൽ, ഇമാം അഹ്മദ് തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസാണ്, നരകത്തിൽ നിന്ന് കൊണ്ടുവന്ന കരിമ്പടങ്ങളിൽ പുതച്ചിട്ട് ഈ നാറുന്ന ആത്മാവിനെയും വഹിച്ച് മലക്കുകൾ മേലോട്ടേക്ക് ഉയരുമ്പോ പോകുന്ന വഴിയിലൊക്കെ ചോദ്യം, ആരുടേതാണ് ഈ നാറുന്ന ആത്മാവ്? ആരുടേതാണ് ഈ വൃത്തികെട്ട ആത്മാവ് എന്ന് ചോദിക്കുമ്പോ ഈ മലക്കുകൾ പറയും, ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്ന തന്തന്റെ മോനാണ്, ഇന്ന ബാപ്പന്റെ മോനാണ്, ഇന്ന തെമ്മാടിയാണ്, ഇന്ന അഹങ്കാരിയാണ്. ദുനിയാവിൽ അവനെ പരിചയപ്പെടുത്തുന്ന ഏറ്റവും വൃത്തികെട്ട പേരുകൊണ്ട് പരിചയപ്പെടുത്തും, ഇന്ന് തെമ്മാടിയുടെ മോനാ. അവസാനം ചുരുക്കി പറയാം, ഉയർന്നുയർന്ന് പോയിട്ട് 1-ാം ആകാശത്തിന്റെ കവാടത്തിൽ ആത്മാവും കൊണ്ട് മലക്കുകൾ ചെന്ന് നിൽക്കും. ഈ തെമ്മാടിയുടെ ആത്മാവും കൊണ്ട് മലക്കുകൾ ചെന്ന് നിന്നിട്ട് ആകാശം തുറക്കാൻ വേണ്ടി അവരാവശ്യപ്പെടും, മേലോട്ട് കൊണ്ടുപോവാൻ. ഈ ആത്മാവിനെ മുകളിലേക്ക് കൊണ്ടുപോവാൻ ആകാശം തുറക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഫലാ യുഫ്തഹു ലഹു, ആകാശം തുറക്കപ്പെടൂല. ആകാശം തുറക്കപ്പെടൂല.
ഇത് പറഞ്ഞതിന് ശേഷം ثم قرأ رسول الله صلى الله عليه وسلم ഇതും പറഞ്ഞിട്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരായത്ത് ഓതി. ഏതാണ് ആയത്ത്? പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അറാഫിലെ 40ാമത്തെ ആയത്ത് ഓതി. ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാഇ വലാ യദ്ഖുലൂനൽ ജന്നത ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്. വളരെ ഗൗരവമാണ്. എന്താ ഖുർആൻ പറയുന്നു? ലാ തുഫത്തഹു ലഹും, അവർക്ക് വേണ്ടി തുറക്കപ്പെടൂല. അബ്വാബുസ് സമാഇ, ആകാശത്തിന്റെ വാതിലുകൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടൂല. ഈ തെമ്മാടികൾക്ക് വേണ്ടി, ഈ അഹങ്കാരികൾക്ക് വേണ്ടി ആകാശത്തിന്റെ വാതിൽ തുറക്കൂല എന്ന് മാത്രമല്ല, വലാ യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗത്തിലേക്കില്ല, സ്വർഗത്തിലേക്ക് അവരില്ല. എത്ര നഷ്ടമാണ്. കള്ളിന്റെ ലോകത്ത് അഭയം തേടിയവർ, വ്യഭിചാരത്തിന് ചാൻസ് കിട്ടുമ്പോൾ മുതലെടുത്തവർ, ഹറാമിന്റെ മുതൽ വാരി വലിച്ച് തിന്നവർ, ശിർക്കിന്റെ കൂടെ നടന്നവർ, കുഫറിന് പാലം പണിത് വെച്ചു കൊടുത്തവർ, ഈ നിലയിൽ തെമ്മാടിത്തത്തിന്റെ കൂടെ നടന്ന ആ മനുഷ്യന്റെ ആത്മാവിനെ ചൂണ്ടിയിട്ട് അള്ളാന്റെ ഹബീബ് പറയുന്നു, ഖുർആനായത്തോടി കൊടുക്കുന്നു, അവര് സ്വർഗത്തിലേക്കില്ല. ഏതുവരെ? ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്. സൂചി നമ്മൾ കണ്ടില്ലേ? തയ്യൽ സൂചി. ആ തയ്യൽ സൂചിയുടെ ദ്വാരം അറിയില്ലേ എന്റെ പെണ്ണുങ്ങളെ നിങ്ങൾ? ആ സൂചിയുടെ ദ്വാരം ഖുർആൻ പറയാ, ഹത്താ യലിജൽ ജമലു, ഒരൊട്ടകം വിട്ട് കടക്കുന്നത് വരെ, ഒരൊട്ടകം പ്രവേശിക്കുന്നത് വരെ. എവിടെ? ഫീ സമ്മിൽ ഖിയാത്. ഒരു സൂചിയുടെ ദ്വാരത്തിലൂടെ ഒട്ടകം കടക്കുന്ന കാലം വരെ ഇവര് സ്വർഗത്തിലേക്കില്ല എന്ന് പറയാൻ എന്താ അതിനർത്ഥം? സൂചിയുടെ ദ്വാരത്തിലൂടെ ഒരിക്കലും ഒട്ടകം കടക്കില്ലെന്ന് നമുക്കറിയാം. ഒന്നുകിൽ സൂചി വലുതാക്കണം, അല്ലെങ്കിൽ ഒട്ടകം ചെറുതാവണം. ഇത് രണ്ടും സംഭവിക്കാത്തതാണ്. അതുകൊണ്ട് തന്നെ കാലാകാലം ഈ മനുഷ്യർ നരകത്തിലാണ്. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇതാണൊരു തെമ്മാടിയുടെ മരണം. ചുരുക്കത്തിൽ ഒരു തെമ്മാടിയുടെ മരണം ഇതാ. നമ്മൾക്ക് വേണോ? ഒരിക്കലും നമ്മൾക്ക് സങ്കല്പിച്ചുകൂടാ. നമ്മൾ കണ്ടില്ലേ, ഇന്നൊരു മരണം ഇവിടെ നടന്നിരിക്കുന്നു, ആകസ്മികമാണ്. ചെറുപ്പക്കാരെ, ആർക്കും തോന്നണ്ട എനിക്കിപ്പോ വയസ്സ് 40 അല്ലെങ്കിൽ 35, ആവറേജ് വയസ്സ് ഇനി ഒരു 35 കൂടെ ബാക്കിയുണ്ടെന്ന് കരുതണ്ട. നീ ഇവിടെ വയല കേട്ടുകൊണ്ടിരിക്കുമ്പോ ഏതോ ഒരാധുരാലയത്തിന്റെ മോർച്ചറിയുടെ ടേബിളിൽ നിന്നെപ്പോലെ 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ തലയോട്ടി ഡോക്ടർ കൊത്തിപ്പൊളിക്കുന്നുണ്ടാവണം. അവന്റെ ബാപ്പ മോർച്ചറിയുടെ വരാന്തയിലെ ഇരുമ്പ് കസേരയിൽ ഇരുന്നിട്ട് കരയാൻ പോലും സാധിക്കാതെ എന്ത് ചെയ്യണമെന്നറിയാതെ മേലോട്ട് നോക്കിയിരിക്കുന്നുണ്ടാവണം. ഇതാണ് ലോകം, ഇതാണ് ലോകം. എന്നിട്ടും നമ്മൾ എന്തേ ആലോചിക്കാത്തത്? നമ്മൾക്ക് മരണത്തെക്കുറിച്ചുള്ള ചിന്ത ഏത് സമയം മുതൽ ഏത് സമയം വരാമറിയോ? ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ജനാസ നിങ്ങളുടെ ജുമുഅത്ത് പള്ളിയിൽ കൊണ്ടുപോയി വെച്ച് 4 ആള് ഒളിവെടുക്കാൻ ബാക്കിയുണ്ട് എന്ന് കേട്ടപ്പോ ഉസ്താദ് ഒരു 2 മിനിറ്റ് നേരം നിങ്ങൾക്കൊരു നിർദ്ദേശം തന്നിട്ടുണ്ടാവാം. നമുക്കും മരിക്കണ്ടേ എന്ന് പറഞ്ഞപ്പോ കൈയും കെട്ടി എന്നിട്ട് ഞാനും ആലോചിച്ചു, എനിക്കും മരിക്കണ്ടേ. പക്ഷേ 3 പടി മണ്ണ് വാരിയിടാൻ പോലും നമ്മളിൽ പലർക്കും സമയമുണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ആ മയ്യത്ത് നമസ്കാരം കഴിയുന്നതിന് മുന്നേ മരണമെന്ന ചിന്ത നമ്മളെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. നമ്മൾ വേറെ ലോകത്താണ്. ഇതാണ് നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ പേടിക്കുന്ന മഹാന്മാർ അല്ലാഹുവിനോട് ദുആ ചെയ്തത് തവഫനി മുസ്ലിമാ, മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാഹ്, നല്ല മരണം തരണേ അല്ലാഹ് എന്നാണ്. അപ്പൊ നമ്മൾക്ക് നല്ല മരണം വേണം, നല്ല നിലയിലേക്ക് പോവണം.
അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഒരു മരണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഒരു മരണം. ചില ആളുകളുടെ മരണങ്ങളൊക്കെ നമ്മൾ കേട്ടു, മഹാന്മാരായ ചിലരുടെയൊക്കെ മരണം നമ്മൾ കേട്ടു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാണ് അവർ പോയത്. മഹാനായ ശംസുൽ ഉലമ ഇകെ അബൂബക്കർ മുസ്ലിയാർ നവറല്ലാഹു മർഖദ സുബ്ഹി ബാങ്ക് ഇങ്ങനെ കേട്ടുകൊണ്ടാണ് മരിച്ചത്. ഓരോ വാക്കിനും മറുപടി കൊടുത്തു. അവസാനം മുഅദ്ദിൻ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കേട്ടപ്പോ മഹാനവർകളും പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെയാ പോയത്. എന്താ അങ്ങനെ പോയാലുള്ള ഗുണമെന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി പോയാലുള്ള ഗുണമെന്താണ്? ചെറുപ്പക്കാരാ, ഓരോ ദുആയിലും പഠിപ്പിക്കുക, അല്ലാഹ് എന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കി തരണേ. അല്ലാഹുവോട് ദുആയിരുന്നോ മക്കളെ? അങ്ങനെ ദുആയിരുന്നോ പെണ്ണുങ്ങളെ? അങ്ങനെ ദുആയിരുന്നോ പ്രായമായ കാരണവന്മാരെ? അത് നല്ല മരണമാണ്. അവസാനം നിന്റെ നാവ് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ അങ്ങനെ മരിച്ചാലുള്ള ഗുണം? കേട്ടോളൂ. അബൂദാവൂദ് ഉദ്ധരിക്കുന്നു, ഇമാം അഹ്മദ് തങ്ങൾ ഉദ്ധരിക്കുന്നു, ബഹുമാനപ്പെട്ട ഹാക്കിം ഉദ്ധരിക്കുന്നു. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരുത്തന്റെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിലെത്തി കഴിഞ്ഞു. നല്ല മരണം. എങ്ങനെയാ പോയത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ടങ്ങ് മരിച്ചു പോയാൽ അവൻ സ്വർഗ്ഗത്തിലെത്തി കഴിഞ്ഞു. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. നല്ല മരണമാണ്. മോഹം വെച്ചോളൂ, അങ്ങനെ ദ്വാരുന്നോളൂ അല്ലാഹുവിനോട്. യൂസുഫ് നബി ദുആ ചെയ്തതുപോലെ പടച്ചവനെ നല്ല മരണം താ അല്ലാഹ് എന്ന് ദുആ ചെയ്തോളൂ. ഇനി നല്ല മരണത്തിന്റെ വേറൊരു ഉദാഹരണമാണ് നല്ല ദിവസങ്ങളിലുള്ള മരണം. നല്ല ദിവസങ്ങളിൽ, നല്ല മാസങ്ങളിൽ, നല്ല സ്ഥലങ്ങളിൽ, നല്ല സ്ഥലങ്ങളിൽ മഹാനായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ഹറമിന്റെ ചുമരും ചാരിയിരുന്ന്, ഹറമിന്റെ തൂണിൽ ചാരി ഇരുന്നിട്ട് കഅബയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് ദിക്ർ ചൊല്ലി എന്ന് മരിച്ചു പോയ മഹാനാണ് ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. അല്ലാഹു തആല അവിടുത്തെ ആഖിറം വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ. നല്ല മരണമാണ്, നല്ല മരണമാണ്. നല്ല സ്ഥലങ്ങളിൽ വെച്ച്, നല്ല ദിവസങ്ങളിൽ, വെള്ളിയാഴ്ച രാവ്, തിങ്കളാഴ്ച രാവ് വളരെ മഹത്വമുള്ളതാണ്. വെള്ളിയാഴ്ച രാവ് മരിച്ചാലുള്ള ഗുണമെന്ത്? ഒരു മുസ്ലിമായ മനുഷ്യൻ വെള്ളിയാഴ്ച രാവ് അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകല് നോക്ക്, നിങ്ങൾ ഹദീസ് നോക്കൂ. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി തങ്ങൾ തന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസ് കേട്ടോളൂ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, മാ മിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുമുഅ ഔ ലൈലത്തൽ ജുമുഅ. ഒരു മുസ്ലിമായ മനുഷ്യൻ, ഒരു മുസ്ലിമുമില്ല എപ്പോഴാണ് അയാളുടെ മരണം? യൗമൽ ജുമുഅ, ഒന്നുകിൽ വെള്ളിയാഴ്ച പകല് അല്ലെങ്കിൽ ലൈലത്തുൽ ജുമുഅ, വെള്ളിയാഴ്ച രാവ്. ഈ രാത്രി വെള്ളിയാഴ്ച രാവ് അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകല് ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചാൽ ഇല്ലാ വഖാഹുല്ലാഹു ഫിത്നതൽ ഖബ്രി, ഖബറിലുള്ള ഫിത്നയിൽ നിന്ന് അല്ലാഹു അവനെ രക്ഷപ്പെടുത്താതിരിക്കില്ല. വെള്ളിയാഴ്ച രാവങ്ങ് പോയാൽ ഖബർ അയാളെ ബുദ്ധിമുട്ടിക്കൂലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കൂ, നല്ല മരണം. മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അമേരിക്കയിലേക്ക് ചികിത്സക്ക് പോകുമ്പോ തന്റെ ഭാര്യ രോഗിയാണ്, വീട്ടിൽ ഷെരീഫ ഫാത്തിമ ബീവി രോഗിയായി വീട്ടിൽ കഴിയുന്ന സമയമാണ്.
അമേരിക്കയിലേക്ക് പോകുമ്പോ വീട്ടിന്റെ പുറത്തിറങ്ങിയിട്ട് തങ്ങൾ യാത്ര ചോദിക്കുന്ന കൂട്ടത്തിൽ ഭാര്യയോട് ചോദിച്ചു, നിങ്ങൾ വരുന്നില്ലല്ലേ? ഭാര്യ പറഞ്ഞു, തങ്ങളെ ഞാൻ തന്നെ ഒരു രോഗിയാണല്ലോ, ഞാൻ വന്നാൽ നിങ്ങൾ എന്നെ കൊണ്ട് ബുദ്ധിമുട്ടാവും, തങ്ങളെ നിങ്ങൾ പോയിക്കോ. അമേരിക്കയിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുമ്പോൾ ഇങ്ങ് മലപ്പുറത്ത് കൊടപ്പനക്കൽ മഹദി ഷരീഫ ഫാത്തിമ ബീവി വഫാത്തായി പോയി. തങ്ങൾ അമേരിക്കയിൽ ചികിത്സയിലാണ്. കൂടെയുണ്ടായിരുന്നത്, തങ്ങളുടെ കൂടെയുണ്ടായിരുന്നത് മുനവറലി തങ്ങളാണ്. വളരെ വിഷമമായി പോയി. അവിടെ തന്റെ പ്രിയപ്പെട്ട ഉമ്മ മരിച്ചിരിക്കുന്നു. ഇവിടെ ബാപ്പ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അർത്ഥബോധാവസ്ഥയിലാണ്. വിതുമ്പിക്കരഞ്ഞുകൊണ്ട് ഡോക്ടറുടെ ചേംബറിലേക്ക് കയറി ചെന്ന മുനവറലി തങ്ങളോട് ഡോക്ടർ പറഞ്ഞു, മോനെ മുനവറെ, ഉമ്മ നഷ്ടപ്പെട്ടിരിക്കുന്നു, നിനക്ക് ബാപ്പയെ നമ്മൾക്ക് തിരിച്ചു കിട്ടണം. അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ നിന്റെ ബാപ്പ ആ ഒരു മരണം അറിയാൻ പാടില്ല, ഉമ്മയുടെ മരണം ഈ സമയത്ത് അറിയാൻ പാടില്ല. അതുകൊണ്ട് ക്ഷമിക്ക്, ഉറച്ച മനസ്സോടെ നിൽക്ക്. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഉമ്മയെ കുറിച്ചോർച്ച വിതുമ്പും മുറിയിൽ ചെന്നാൽ ബാപ്പയുടെ മുറിയിൽ ചെല്ലുമ്പോ ബാപ്പയുടെ രോഗശമനത്തിന് പുഞ്ചിരിക്കും. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ചികിത്സയുടെ അവസാന സ്റ്റേജിൽ എത്തിയപ്പോൾ ഒരു ദിവസം ഡോക്ടർ വിളിച്ചു പറഞ്ഞു, മോനെ, ഒരു ടെസ്റ്റ് ഉണ്ട്, ചില തെറാപ്പികൾ ബാക്കിയുണ്ട് ബാപ്പക്ക്. ആ തെറാപ്പികളിൽ ഒന്നാണ് റൈറ്റിംഗ് തെറാപ്പി. അഥവാ ബാപ്പയുടെ മനസ്സും ശരീരവും ഒരേ ദിശയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയാനുള്ള ഒരു പരിശോധനയാണ്. അതിനുള്ള ഒരു പരിശോധനയാണ്. എന്താ ഡോക്ടറെ അതിന് വേണ്ടത്? മഹാനായ തങ്ങളെ ചാരുകസേരയിലിരുത്തിയിട്ട് ഒരു കയ്യിൽ പേനയും മറുകൈയിൽ ഒരു കടലാസും കൊടുത്തിട്ട് ഡോക്ടർ പറഞ്ഞു, എഴുത് തങ്ങളെ, എഴുത്. അങ്ങയുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് എഴുതാൻ പറഞ്ഞു. മുനവറലി തങ്ങൾ പറയാണ്, ഞങ്ങൾ നോക്കി ആകാംക്ഷയോടെ വിറയാർന്ന കൈകൊണ്ട് ബാപ്പ എഴുതി. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് എന്ന അക്ഷരം എഴുതി, എ എഴുതി, ടി എഴുതി, എച്ച് എഴുതി, ഐ എഴുതി, ഫാത്തിമ, ചുരുക്കത്തിൽ ഫാത്തിമ എന്ന് എഴുതിയപ്പോ തങ്ങൾ പറയാണ്, ഞാൻ വിതുമ്പിക്കരഞ്ഞുകൊണ്ട് മുറിയുടെ പുറത്തേക്ക് പോയി. എന്റെ ബാപ്പ എഴുതിയത് എന്റെ പൊന്നുമ്മയുടെ പേരാണ്. കൊടപ്പനക്കൽ അന്ന് ഇറങ്ങിപ്പോരുമ്പോ ബാപ്പാന്റെ കൈ പിടിച്ച് യാത്രയച്ച എന്റെ ഉമ്മയുടെ പേരാണ് ബാപ്പ എഴുതിയത്. ഈ ഉമ്മ കടലുണ്ടിപ്പുഴയുടെ തീരത്ത് പാണക്കാട്ട് പള്ളിയുടെ മുറ്റത്ത് 6 അടി മണ്ണിൽ കിടക്കുകയാണെന്ന് എന്റെ ബാപ്പ അറിയില്ലല്ലോ. മഹാനായ തങ്ങൾ എഴുതിയത് തന്റെ ഭാര്യയുടെ പേരാണ്. ഞാൻ ഓർത്തു പോവുകയാണ്. യുദ്ധത്തിന് വേണ്ടി മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പോകുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നിട്ട് യാത്ര ചോദിക്കുന്നതിനിടയിൽ അംർ ഇബ്നുൽ ആസ് തങ്ങൾ ചോദിക്കുന്നുണ്ട്, അയ്യുന്നാസി അഹബ്ബു ഇലൈക, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അങ്ങേറ്റവും ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? മനുഷ്യരുടെ കൂട്ടത്തിൽ അങ്ങ് ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? ഫഖാല, അവിടെന്ന് പറഞ്ഞു, ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്റെ ആയിഷയാണ്. മഹാനായ തങ്ങളും കുറിച്ചത് തന്റെ ഫാത്തിമയുടെ പേരാണ്. പുണ്യനബി പറഞ്ഞത്, എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ ആയിഷയാണ്. നോക്ക് നിങ്ങൾ, ആ യാത്രയും കഴിഞ്ഞ് ആ ചികിത്സ കഴിഞ്ഞ് മഹാനായ തങ്ങൾ കൊടപ്പനക്കൽ തിരിച്ചു വന്നു. വീട്ടുകോലായിൽ വന്നിരിക്കുന്നു. എല്ലാവരോടും കുശലം പറഞ്ഞ് വീട്ടിനകത്തേക്ക് കയറാൻ നോക്കുക. ആര് പറയും ഈ വാർത്ത? ആര് പറയും ഈ മരണവാർത്ത? ഉള്ളിൽ ഭാര്യയുണ്ടെന്ന് കരുതി വലതുകാലെടുത്ത് വീട്ടിനുള്ളിലേക്ക് ചവിട്ടുന്ന തങ്ങളോട് തങ്ങളുടെ അനുജൻ മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ ഒരൊറ്റ പറച്ചിൽ 3 കാര്യങ്ങൾ ഒരൊറ്റ ശ്വാസത്തിൽ എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? കാക്ക. അവിടെ കാക്കാന്ന് വിളിക്കാൻ, നിങ്ങൾ ഇച്ചാന്ന് വിളിക്കും പോലെ
മലപ്പുറത്തും ഞങ്ങളൊക്കെ ഇക്കാക്കാന്ന് വിളിക്കും. കാക്ക അമ്മായി പോയിരിക്കുന്നു, വെള്ളിയാഴ്ച രാവാ പോയത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിട്ടാ പോയത്. 3 വാക്കുകളാണ്. അമ്മായി പോയിരിക്കുന്നു, പോവാതെ നിവൃത്തിയില്ല. നമ്മുടെ കണക്കിന്റെ മേലെയല്ലേ അള്ളാന്റെ കണക്ക്. അമ്മായി പോയിരിക്കുന്നു, പക്ഷേ പോയത് വെള്ളിയാഴ്ച രാവാൻ. എന്താ വെള്ളിയാഴ്ച രാവ് പോയാലുള്ള ഗുണം? ഖബറിലുള്ള ശിക്ഷയിൽ നിന്ന് അല്ലാഹു സലാമത്താക്കിപ്പോയി. 3 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിട്ടാ പോയത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിട്ട് പോയാൽ ദഖലൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടന്നുപോയി. എന്താ പിന്നെ വേണ്ടത്? മഹാനായ തങ്ങൾ കണ്ണിൽ പൊളിഞ്ഞ ഒരു തുള്ളി വെള്ളം തുടച്ചിട്ട് അകത്തേക്ക് എടുത്തു വെച്ച കാല് ഒന്നുകൂടെ പിറകോട്ട് വലിച്ച് ആ കസേരയിൽ അവിടെ ഇരുന്നിട്ടൊരൊറ്റ വിളി, അൽ ഫാത്തിഹ, എന്റെ പ്രിയപ്പെട്ട ഫാത്തിമക്ക് കൊടുത്തേക്കട്ടെ. നേരത്തെ ഞാൻ വായിച്ച ഹദീസിന്റെ ബാക്കി ഭാഗമുണ്ട്, ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല, സമയക്കുറവുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനി ഒരു മനുഷ്യനിതാ മരിച്ചിരിക്കുന്നു. ഏതെങ്കിലും ഒരു രൂപത്തിൽ മരിക്കും, ഒന്നുകിൽ നല്ല രൂപത്തിൽ, അല്ലെങ്കിൽ ചീത്ത രൂപത്തിൽ. ഏത് രൂപത്തിലായാലും ഇനി അയാൾക്ക് പോകാനുള്ളത് ഖബറിലേക്കാണ്. എന്താണ് ഖബർ? ഖബർ എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻഗാമികളായ മഹാന്മാർ ഖബറെന്ന് കേൾക്കുമ്പോൾ ഞെട്ടിയവരല്ലേ? മഹാനായ തഴവ ഉസ്താദ് പറയുന്നുണ്ട്, ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ നീ കരയേണ്ടതാ. ആരെങ്കിലും കരയാറുണ്ടോ? ഖബർ കേൾക്കുമ്പോ ഒരു തുള്ളി വെള്ളം പൊടിഞ്ഞോ മോനെ നമ്മുടെ കണ്ണിൽ നിന്ന്? ഖബർ കേൾക്കുമ്പോ കരയണം. ചില്ലറക്കാരല്ലോ കരഞ്ഞത്. വഅലായ വഅദിൽ മുഴുവനും പറയാറില്ലേ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഈ ബദിരയിലെ ഏതോ ഒരു ഉസ്മാനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. പിന്നെയോ ഉസ്മാനും ഫിൽ ജന്ന, എന്റെ ഉസ്മാൻ സ്വർഗ്ഗത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് മാത്രമല്ല, ലികുല്ലി നബിയ്യിൻ റഫീഖും ഫിൽ ജന്നതി ഫറഫീഖി ഉസ്മാൻ. എല്ലാ നബിമാർക്കും സ്വർഗ്ഗത്തിൽ ഒരൊറ്റ ചങ്ങാതി ഉണ്ടെങ്കിൽ എന്റെ ഏറ്റവും അടുത്ത സ്നേഹിതൻ എന്റെ ഉസ്മാനാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഉസ്മാൻ നോക്കൂ നിങ്ങൾ, ഹദീസ് നോക്കൂ. ഇദാ വഖഫ അലാ ഖബ്രി, വല്ല ഖബറിന്റെയും അടുത്തു പോയി നിന്നാൽ ബകാ, മഹാനവർകൾ കരയും. ഏതുവരെ കരയും? ഹത്താ യബുല്ല ലിഹിയതഹു, തന്റെ താടി നനയുന്നത് വരെ. താടി നനയുന്നത് വരെ, താടിയിൽ നിന്ന് വെള്ളമുറ്റുന്നത് വരെ കരയും. ഫഖീല ലഹു, ഇങ്ങനെ എവിടെ ഖബർ കണ്ടാലും ഇങ്ങനെ കരയുന്ന ഉസ്മാനോട് ആരോ ചോദിച്ചു, തുദ്കറുൽ ജന്നത്തു വന്നാർ ഫലാ തബ്കി, സ്വർഗ്ഗത്തെ കുറിച്ച് പറയപ്പെടാറുണ്ടല്ലോ ഉസ്മാനെ അങ്ങയുടെ മുന്നിൽ വെച്ച്, നരകത്തെ കുറിച്ച് പറയപ്പെടാറുണ്ടല്ലോ ഉസ്മാനെ അങ്ങയുടെ മുന്നിൽ വെച്ച്, ഫലാ തബ്കി, അപ്പോഴൊന്നും അങ്ങ് കരയാറില്ലല്ലോ. നരകം കേൾക്കുമ്പോ ഒന്നും അങ്ങ് കരയാറില്ല, സ്വർഗം കേൾക്കുമ്പോഴും ആനന്ദം കൊണ്ടങ്ങ് കരയാറില്ലല്ലോ. ഈ കല്ലറ കാണുമ്പോ, ഈ ഖബർ കാണുമ്പോ അങ്ങെന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ആ സമയത്ത് മഹാനവർകളുടെ മറുപടി പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നൽ ഖബറ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ഖബർ എന്ന് പറയുന്നത് ആഖിറത്തിന്റെ വീടുകളിൽ ഒന്നാമത്തെ വീടാണ്, ഒന്നാമത്തെ വീടാണ്. ഫഇന്ന ജാമിൻഹു, ആ ഖബറിൽ ഖബറാളി രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഫമാ ബഅദഹു ഐസറു മിൻഹു,
അതിനുശേഷമുള്ളതൊക്കെ വളരെ എളുപ്പമാണ്. എവിടെ രക്ഷപ്പെടണം? ഖബറിൽ രക്ഷപ്പെടണം. ഖബറിൽ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ ശേഷമുള്ളതൊക്കെ വളരെ എളുപ്പമാണ്. ഇനിയോ ഖബറിൽ ഒരുത്തൻ തോറ്റുപോയാൽ ഇനി വരാനുള്ളത് കഠിനമാണ്, കഠോരമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഖബർ കാണുമ്പോ അറിയാതെ കരഞ്ഞു പോകുന്നതെന്ന് സയ്യിദുനാ ഉസ്മാൻ. പോവണ്ടേ നമ്മൾ കൊട്ടാരം വിട്ട്, മണിയറ വിട്ട്, കോടിയുടെ കാറ് വിട്ട്, ആഡംബരത്തിന്റെ ജീവിതം വിട്ട്, ആഹ്ലാദത്തിന്റെ സാരി അടിച്ചു മാറ്റി, ആർഭാടത്തിന്റെ കുപ്പായം ഊരി, അഹന്തയുടെ പൊങ്ങച്ചത്തിന്റെ വലുപ്പത്തരത്തിന്റെ തോന്നിവാസത്തിന്റെ നെറുകേടിന്റെ എല്ലാ പുറംകൂച്ചും വലിച്ചെറിഞ്ഞ് നിവർന്നു കിടന്നിട്ട് പോവണ്ടേ നമ്മൾ? വീട്ടിലെ മെത്ത പിരിഞ്ഞ് നമുക്ക് കാട്ടിലാറടി മണ്ണാണ് ചെലിൽ ചെന്ന് കിടക്കണ നമ്മുടെ നിത വരുന്നത് കല്ലാണ്. കിടക്കണ്ടേ നമ്മൾ? ആരാണ് ഇങ്ങനെ കിടക്കാതെ പോയത്? ആരെയാണ്? ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഭൗതിക ശരീരം മണ്ണിന് പുറത്തു വെച്ചത് നിങ്ങൾ കണ്ടുവോ? ആമിന ബീവിയുടെ മുത്തുമോനെ, ലോക നേതാവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറടക്കവും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവിടുത്തെ ഖബറടക്കം അത്ര ദുഃഖം മുറ്റി നിന്ന ഒരു ഖബറടക്കം വേറെ ഉണ്ടാകുമോ? ഉമർ വല്ലാത്ത വിഷമത്തിലാണ്. അതെ, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ദുഃഖത്തിലാണ്. അവിടുത്തെ മുഖത്തുള്ള തുണി മാറ്റിയിട്ട് ആ നെറ്റിയിൽ ഒരു മുത്തം കൊടുത്തിട്ട് അന്ന് സിദ്ദീഖ് പറഞ്ഞത്, എല്ലാം എന്നെ ഏൽപ്പിച്ചിട്ടങ്ങ് പോയിക്കളഞ്ഞല്ല നബിയേ, ഞാൻ ഒറ്റക്കാണല്ലോ. അങ്ങയുടെ ഉമർ വലിയ ദേഷ്യത്തിലാണ്, അങ്ങയുടെ അലി വല്ലാത്ത സങ്കടത്തിലാണ്, അങ്ങയുടെ മോള് ഫാത്തിമ കരയുകയാണ്, അങ്ങയുടെ ഭാര്യ ആയിഷയുടെ ദുഃഖം തളം കെട്ടി നിൽക്കുകയാണ്. എല്ലാവരെയും സഹിപ്പിക്കേണ്ടത്, എല്ലാവരെയും ആശ്വസിപ്പിക്കേണ്ടത് ഞാനാണല്ലോ നബിയേ എന്ന് പറഞ്ഞ് അവിടുത്തെ കവളത്ത് മുത്തം കൊടുത്ത സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അവരെല്ലാരും കൂടി കൊണ്ടുപോയിട്ട് അവിടുത്തെ ജനാസ മണ്ണിലിറക്കി കിടത്തിയിട്ടില്ലേ മുഅ്മിനേ? മണ്ണിൽ വെച്ചിട്ടില്ലേ? നിങ്ങൾ പറ. ആഖിറത്തിന്റെ ലീഡർ മുഹമ്മദ് മുസ്തഫ, ലിവാഉൽ ഹംദിന്റെ ഉടമ മുഹമ്മദ് മുസ്തഫ, സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്യുന്നത് മുഹമ്മദ് മുസ്തഫ, ഹൗദുൽ കൗസർ കോരിക്കൊടുക്കുന്നത് മുഹമ്മദ് മുസ്തഫ, ആദ്യം ശുപാർശ പറയുന്നത് മുഹമ്മദ് മുസ്തഫ, ആ ശുപാർശ സ്വീകരിക്കപ്പെടുന്നതും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണ്. എന്നാൽ ആ നേതാവിനെയും കൊണ്ട് കിടത്തിയത് വെറും മണ്ണിലാണല്ലോ. ചിന്തിക്കുമോ നിങ്ങൾ? ആലോചിക്കുമോ നിങ്ങൾ? എന്താണ് ഖബർ? എന്താണ് ഖബർ? അവിടുത്തെ ഖബറടക്കവും കഴിഞ്ഞ് തിരിച്ചു പോരുകയാണ്. 10 കൊല്ലം അവിടുത്തെ ഖിദ്മത്ത് ചെയ്ത അവിടുത്തെ ഖാദിമായ സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു. അനസിന് അവിടത്തെ കുറിച്ച് ഒരു പരാതിയുമില്ല. അനസിന് പറയാനുള്ളത് സന്തോഷം മാത്രമാണ്. അനസ് പറയുന്നുണ്ട്, മാ മസിസ്തു ദീബാജൻ വലാ ഹരീറൻ അല്യന മിൻ കഫി റസൂലില്ലാഹ്. പുണ്യ നബിയുടെ കയ്യേക്കാൾ മാർത്തവമുള്ള ഒരു പട്ടും ഞാൻ എന്റെ കൈകൊണ്ട് തൊട്ടിട്ടില്ല. ഒരു കട്ടിയുള്ള പട്ടോ ഒരു മിനുസമുള്ള പട്ടോ അവിടുത്തെ കയ്യേക്കാൾ മിനുസമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. വമാ ശമംതു റായിഹതൻ ഖത്തു അത്യബ മിൻ റായിഹതി റസൂലില്ലാഹ്. പുണ്യ നബിയുടെ സുഗന്ധത്തെക്കാൾ നല്ല ഒരു സുഗന്ധം ലോകത്തൊരു പെർഫ്യൂമിനും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അനസിന്റെ വാക്കുകളാണ്. എന്റെ ജീവിതത്തിൽ 10 കൊല്ലത്തിനിടയിൽ ഒരിക്കൽ പോലും അവിടെ എന്നോട് പറഞ്ഞില്ല ഉഫിൻ ഛേ എന്ന ഒരു വാക്കെന്നോട് അവിടെ നിന്ന് പറഞ്ഞില്ല. വലാ ഖാല ലി ശൈഇൻ ഫഅൽതുഹു ലിമ ഫഅൽതഹു. ഞാൻ ചെയ്ത ഒരു കാര്യത്തെ ചൂണ്ടിയിട്ട് എന്തിനാണ് മോനെ അനസേ അങ്ങനെ ചെയ്തതെന്ന് അവിടെ നിന്ന് എന്നോട് ചോദിച്ചില്ല. വലാ ലി ശൈഇൻ ലം അഫ്അൽഹു. ഞാൻ ചെയ്യാതെ പോയ ഒരു
കാര്യത്തെ ചൂണ്ടിയിട്ട് അലാ ഫഅൽത കദാ, അങ്ങനെ ചെയ്തുകൂടായിരുന്നു അനസേ എന്ന് 10 കൊല്ലത്തിനിടയ്ക്ക് എന്നോട് ചോദിച്ചിട്ടില്ല. പലപ്പോഴും എന്നെ വിളിക്കുന്നത് യാ ഉനൈസു, എന്റെ കുഞ്ഞു അനസേ എന്നാണ്. എന്നെ ഖാദിം എന്നല്ല വിളിച്ചത്, ചെറിയ ഖാദിമേ എന്നാണ്. ആ അനസ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ജനാസ ഖബറടക്കിയിട്ട് വിതുമ്പി വിതുമ്പി പൊട്ടിക്കൊണ്ട് നടന്നു പോരുമ്പോ ഫാത്തിമ മോളുടെ മുന്നിലങ്ങ് പെട്ടുപോയി. മുത്തുനബിയുടെ പൊന്നുമോളാണ് ഫാത്തിമ. ആ ഫാത്തിമയുടെ മുന്നിലങ്ങ് പെട്ടപ്പോ ഫാത്തിമ ചോദിക്കുന്നുണ്ട്, യാ അനസു അതാബത് അൻഫുസുകും അൻ തഹ്സു അലാ റസൂലില്ലാഹി അത്തുറാബ്. അനസേ, നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചടാ? നിങ്ങൾക്ക് സാധിച്ചോ അനസേ? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം നിലത്ത് വെക്കാൻ, അവിടുത്തെ മേലേക്ക് മണ്ണിടാൻ, മൂട്ടുപലക വെച്ച് മിൻഹാ ഖലഖനാകുമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ശരീരത്തിന്റെ മേലേക്ക് മണ്ണ് വാരിയിടാൻ നിങ്ങൾക്ക് സാധിച്ചോ അനസേ? നിങ്ങൾ യഥാർത്ഥത്തിൽ ഖബറടക്കിയോ അനസേ? ആ റസൂലുള്ള കിടക്കുന്നത് മണ്ണിലാണെങ്കിൽ അവിടുത്തെ കൊണ്ടുപോയി വെച്ചതിന് ശേഷം അള്ളാഹു അവിടത്തേക്ക് വലിയ ദറജ കൊടുത്തിട്ടുണ്ട്. പക്ഷേ സഹാബത്ത് കൊണ്ടുപോയി കിടത്തിയത് വെറും മണ്ണിലല്ലയോ? ആ മണ്ണിലല്ലേ ഇവിടുത്തെ ലോകസുന്ദരി കിടക്കേണ്ടത്? ആ മണ്ണിലല്ലേ ഇവിടുത്തെ സൂപ്പർ സ്റ്റാർ കിടക്കേണ്ടത്? ആ മണ്ണിലല്ലേ 4 കോടിയുടെ കൊട്ടാരമുണ്ടാക്കി കാലിൽ കാലെടുത്ത് വെച്ച് കാനൂലിളക്കുന്ന കാസർകോട്ടെ വലിയ വലിയ പണക്കാർ കിടക്കേണ്ടത്? ഈ മണ്ണിലാണെന്ന് ചിന്തിക്കാറുണ്ടോ? ഈ മണ്ണിലാണെന്ന് ചിന്തിച്ചാൽ പിന്നെ അഹങ്കരിക്കാൻ സാധിക്കുമോ? ഒരു ബൈക്ക് കിട്ടുമ്പോഴേക്ക്, അല്ലെങ്കിൽ കുറച്ച് കാശ് കയ്യിൽ വരുമ്പോഴേക്ക് നീ അങ്ങാടിയിലെ ദാതയാണ്, റൗഡിയാണ്, നീ ചട്ടമ്പിയാണ്, നീ വലിയവനാണെന്ന് തോന്നുന്നു നിനക്ക്. പക്ഷേ നിന്നെ തോണ്ടിക്കൊണ്ടുപോയി മണ്ണിൽ വെച്ചിട്ട് അവിടെ കിടന്നോ എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങ് പോന്നാൽ നീ ഒറ്റക്കല്ലേ മോനെ? പെണ്ണെ, കണ്ണും പടപടപ്പിച്ചിട്ട് അന്യ ആണുങ്ങളെ ആകർഷിപ്പിച്ചുകൊണ്ട് 4 കവലയിൽ പോയി വട്ടം കറങ്ങുന്ന പെണ്ണെ, നിന്റെ പൗഡറിട്ട കവളത്തേക്ക് മണ്ണ് വെച്ച് തന്നിട്ട് അവിടെ കിടന്നോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങ് പോന്നാൽ നിനക്കാരാണ് കൂടെയുള്ളത്? ഇതാലോചിച്ചാൽ നിനക്കെന്ത് സൗന്ദര്യം, ഇതാലോചിച്ചാൽ നിനക്കെന്ത് പൊങ്ങച്ചം, ഇതാലോചിച്ചാൽ നിനക്കെന്ത് പൊങ്ങച്ചം. അതല്ലേ ഇസ്ലാമിന്റെ ഭരണാധികാരി ഖലീഫ ഉമർ ഈന്തപ്പനയുടെ ചുവട്ടിൽ കീറിപ്പറിഞ്ഞ കുപ്പായവും ധരിച്ച് ചുരുണ്ടുകൂടി കിടക്കുന്നത് കണ്ടപ്പോ റോമാ സാമ്രാജ്യത്തിന്റെ അധിപന്റെ പ്രതിനിധി ചോദിച്ചു, അല്ല ഉമറേ, ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പ്രിയപ്പെട്ട നേതാവേ, അങ്ങീ ഈന്തമരത്തിന്റെ ചുവട്ടിൽ ചുരുണ്ടുകൂടുകയോ? ഉമർ പറഞ്ഞത്, ഞാൻ ആഡംബരത്തിന്റെ ലോകത്തല്ല, കാരണം എനിക്ക് നാളെ മറ്റന്നാള് പോകേണ്ടത് 6 അടി മണ്ണിലേക്കാണ്. ഇത് ചിന്തിക്കുന്നവരുണ്ടോ ഇവിടെ? ഇത് ആലോചിക്കുന്നവരുണ്ടോ ഇവിടെ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, നീ ചിലപ്പോ ഖബർ കണ്ടിട്ടുണ്ടാവില്ല. ആണുങ്ങളെ, ഇന്നും നിങ്ങൾ ഖബർ കണ്ടവരാണ്. എന്താണ് ഖബർ? മേടക്കു പകരം മാളമാ സുബ്ഹാന റബ്ബി, അതിൽ കിടക്കേണ്ടതാണ് മാന. ബംഗ്ലാവില്ല, കൊട്ടാരമില്ല, അതിന് പകരം വെറും ഒരു മാളമാണ്, വെറും ഒരു മാളം. എന്താ പെങ്ങളെ ഖബർ? നിന്നെ ഇറക്കി വെക്കാൻ 2 ആളുകൾക്ക് അതിലിറങ്ങി നിൽക്കണം. അതിന് പറ്റുന്ന കുറച്ച് വീതിയുള്ള ഒരു കുഴി ആദ്യം കുഴിക്കും, അതിന്റെ താഴെ ഒരു ചെറു ഖബർ ഉണ്ടാക്കും. എന്തിനാണ് ചെറു ഖബർ? അത് നിന്നെ ഇറക്കി വെക്കാനുള്ള ഖബറാണ്. നിന്നെ ചെരിച്ചവിടെ കിടത്തിയിട്ട് മേലെ പലക വെച്ചാൽ നിനക്ക് എണീക്കാനും സാധിക്കുമോ? അവിടെ നിന്റെ വീട് 5000 സ്ക്വയർ ഫീറ്റ് ആണ്, നീ കിടക്കുന്ന ബെഡ്റൂം 500 സ്ക്വയർ ഫീറ്റ് ആണ്. ഈ നിന്നെ തിരിഞ്ഞു കിടക്കാൻ സ്ഥലമില്ലാത്ത ഈ മാളത്തിലല്ലേ ഞങ്ങൾ കിടത്തുന്നത്? ഇതൊന്ന് ചിന്തിക്കണ്ടേ? ഒറ്റക്കിരിക്കുമ്പോ എപ്പോഴെങ്കിലും ഒന്ന് ആലോചിക്കണ്ടേ? സീരിയൽ കണ്ട് തൂകിയ നിന്റെ കണ്ണുനീർ ഒരു ദിവസമെങ്കിലും ഖബറിനെ കുറിച്ച് ഓർത്തിട്ടൊന്ന് നനയട്ടെ പെണ്ണേ. കുറച്ച് വെള്ളം വയ്ക്കണം. ആ ഒരു ഖബറിനെ കുറിച്ച് ആലോചിച്ചിട്ട് നിന്റെ കണ്ണൊന്ന് നനയട്ടെ. എന്താണ് ഖബർ? മഹാനായ കവി പറയുന്നുണ്ട്, സമ്പാദ്യ മുതലിൽ നിന്നു മോണക്ക് ഫാന
അതുമാത്രമല്ല ദീലെപ്പോഴും വഹദാന. നിന്റെ സമ്പാദിച്ച മുതലിൽ നിന്ന് നീ ആകെ കൊണ്ടുപോയത് 3 കഷ്ണം തുണി മാത്രമല്ലയോ? എന്താ കൊണ്ടുപോയത്? വേറൊന്നും കൊണ്ടുപോയില്ല. ആണുങ്ങൾ 3 കഷ്ണം, പെണ്ണുങ്ങൾ 5 കഷ്ണം തുണി, അല്ലാതെ വേറെ എന്താ കൊണ്ടുപോയത്? ലോക്കറിലുള്ളത് 300 പവൻ. അതെ, നിന്റെ വലിയ വലിയ ആഡംബര വാഹനങ്ങൾ, നിന്റെ വലിയ കച്ചവടങ്ങൾ ഒക്കെ പോയിരിക്കുന്നു. ആകെ കൊണ്ടുപോയത് 3 കഷ്ണം തുണി മാത്രമാണ്. എല്ലാം തീർന്നിരിക്കുന്നു നിന്റെ മുതൽ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഇമാം മുസ്ലിം തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരു സഹാബി കയറി ചെല്ലുമ്പോ വഹുവ യഖറഉ, അവിടെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഓതുന്നത്? അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. ഈ സൂറത്ത് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക. വല്ലാത്ത ഒരു സൂറത്താണത്. അൽഹാഖു, ബദിരക്കാരെ, നിങ്ങളെ അശ്രദ്ധയിലാക്കി കളഞ്ഞിട്ടുണ്ട് അത്തകാസുർ. നിങ്ങളെ ഈ പെരുമ നടിക്കൽ, ഈ വലിപ്പത്തരം പറയലുണ്ടല്ലോ. എല്ലാവർക്കും സ്വയം വലുതാവാൻ തോന്നാണ്. ഞാൻ ആരൊക്കെയോ ആണെന്ന് തോന്നുകയാണ്. ആർക്കും കിബറിന് ഒരു കുറവുമില്ല. എല്ലാവരും വലിയ കിബറന്മാരാണ്. എനിക്ക് തോന്നുകയാണ് ഞാൻ വലിയ കേമനാണെന്ന്. ഓരോരുത്തർക്കും തോന്നാ, കാശുള്ളവന് തോന്നാ ഞാൻ കാശ് കൊണ്ട് കേമനാണ്. വിവരമുള്ളവർക്ക് തോന്നാ ഞാൻ വിവരം കൊണ്ട് കേമനാണ്. ഞാനില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ലെന്ന് എനിക്കങ്ങ് തോന്നിയാൽ ആ തോന്നലിന്റെ പേരാണ് കൂട്ടരെ കിബിർ എന്ന് പറയുന്നത്. ഒരു മുതലാളിക്കും തോന്നണ്ട നിന്റെ നിലനിൽപ്പ് കൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നതെന്ന് ഒരുത്തനും തോന്നണ്ട. കാരണം ആകാശഭൂമികളുടെ താക്കോൽ നിന്റെ കയ്യിലല്ലടോ, അല്ലാഹുവിന്റെ കയ്യിലാണ്. അല്ല നിനക്ക് തന്നതുകൊണ്ട് നിന്റെ കയ്യിൽ കുറച്ച് മുതലുണ്ടായെന്ന് മാത്രം. അത് നിന്റെതല്ല. ഇനി നിന്റേതാണെന്ന് നീ പറഞ്ഞാൽ ഞാനങ്ങ് തെളിയിച്ചു തരും അത് നിന്റേതല്ല എന്ന് ഞാനങ്ങ് തെളിയിച്ചു തരാം. ഏത് മുതലാളിക്കാ പറയാൻ ധൈര്യമുള്ളത്? എന്റേത് എന്ന ഒരു വാക്ക് പറയാൻ ധൈര്യമുള്ള ഒരു മുതലാളി ഉണ്ടെങ്കിൽ നമ്മളൊന്ന് കാണട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്ത്, ഈ സൂറത്ത് ഓതുകയാണ്. മനുഷ്യന്മാരെ, നിങ്ങളുടെ ഈ പെരുമ നടിക്കൽ നിങ്ങളെ തകർത്തിരിക്കുന്നു, നിങ്ങളെ അശ്രദ്ധയിലാക്കി കളഞ്ഞിരിക്കുന്നു. ഏതുവരെ നിങ്ങൾ ഈ വലിപ്പത്തരവും പറഞ്ഞ് നടക്കുന്നറിയോ? ഹത്താ സുർതുമുൽ മഖാബിർ, മഖ്ബറകളിൽ പുൽകുന്നത് വരെ. മക്ബറയിൽ കൊണ്ടുപോയി കിടത്തിയിട്ട് അവിടെ കിടന്നോ, മണ്ണെന്ന് വന്നോനെ, മണ്ണിലേക്ക് തന്നെ പോയിക്കോ, ഇനി പിന്നെയും വരുന്നത് ആ മണ്ണിൽ നിന്ന് തന്നെയാണെന്ന് പറഞ്ഞ് 3 പൊടി മണ്ണും വാരിയിട്ട് ആളുകൾ ഇങ്ങ് പോരുമ്പോ നീ സുല്ല് പറയും, സോറി പറയും. അതുവരെ നിന്റെ ഈ പൊങ്ങച്ചം അവസാനിക്കൂല. ഈ ആയത്തുകൾ ഇങ്ങനെ ഓതുമ്പോഴാണ് ഒരു സഹാബി അങ്ങ് കയറി ചെന്നത്. ഫയഖൂലു, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. എന്താ പറയുന്നത്? യഖൂലു ഇബ്നു ആദം, മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മാലി മാലി, എന്റെ മുതല്, വേറെ ഒരു ചിന്തയുമില്ല. എന്റെ കാശ്, എന്റെ മുതല്, എന്റെ കച്ചവടം, എന്റെ സ്ഥാപനങ്ങൾ, എന്റെ ബിൽഡിങ്, വേറെ ഒരു ചിന്തയുമില്ല. ഉറങ്ങാൻ അയാൾക്ക് സമയമില്ല, ഉണ്ണാൻ അയാൾക്ക് സമയമില്ല, തന്റെ ഭാര്യയോടൊന്നും മിണ്ടാൻ സമയമില്ല, മക്കളോട് പെരുമാറാൻ സമയമില്ല. ഇന്ന് ലണ്ടനിലാണ് അയാൾ, നാളെ ചൈനയിലാണ്, മറ്റന്നാള് ദുബൈയിലാണ്, ബോംബെയിലാണ്. ഓടുകയാണ്. എന്തിന്? മാലി മാലി, എന്റെ മുതല്. ആഖിറത്തിന് വേണ്ടിയല്ല അയാൾ ഓടിയത്, ആഖിറത്തിന്റെ മികവിന് വേണ്ടിയല്ല അയാൾ ഓടിയത്. അയാൾ ഓടുന്നത് കച്ചവടത്തിനാണ്. എന്നാൽ കൊല്ലം 365 ദിവസത്തിൽ 360 ദിവസവും ദുനിയാവിനോടുന്ന മനുഷ്യന് 5 ദിവസം ആഖിറത്തിനോടിക്കൂടെ? അതിന് സമയമില്ല. എന്തേ വാലിന് വരാത്തത്? സമയം കിട്ടണ്ടേ മുസ്ലിയാരെ? ജമാഅത്തിന് കാണുന്നില്ലല്ലോ, ഒന്നിനും സമയമില്ല. അയാൾക്കൊന്നിനും സമയമുണ്ടാവില്ല. ഏതുവരെ? ഹത്താ സുർതുമുൽ മഖാബിർ, അവിടെ കൊണ്ടുപോയി കിടത്തിയാൽ അന്ന് അയാൾ ഓർക്കും, അന്ന് അയാൾ ചിന്തിക്കും,
ഈ കച്ചവടത്തിന് വേണ്ടി പാഞ്ഞപ്പോ നഷ്ടപ്പെട്ട നിസ്കാരങ്ങൾ, നഷ്ടപ്പെട്ട നന്മകൾ, ഓർക്കാതെ പോയ നന്മകൾ ഒക്കെ കിടന്നാലോചിക്കാൻ അല്ലാഹു തരുന്ന പിരീഡാണ് ഖബർ. ഭീകരമാണ് ഖബർ. അതുകൊണ്ട് മോനെ, മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു മാലി മാലി, എന്റെ മുതല് എന്റെ മുതല്. എത്ര വയലാ കാസർകോട്ട് നടന്നത്. വയലുകൾക്ക് പഞ്ഞമുണ്ടോ ഇവിടെ? എന്നാൽ പൊങ്ങച്ചത്തിന് വല്ല കുറവുമുണ്ടോ ഇവിടെ? ആലോചിക്ക നിങ്ങൾ, ഒന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾ. എന്താ ഒരു കല്യാണ വീടിന്റെ അവസ്ഥ? എന്താ? നമ്മൾ കുറെ റിലീഫ് നടത്തുന്നുണ്ട്, നമ്മൾ കുറെ സാധുക്കളെ സഹായിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ പല കല്യാണ വീടുകളിലും നമ്മൾ വലിയ കൊമ്പത്തിരുത്തുന്ന പല പ്രഗത്ഭന്മാരുടെയും വീട്ടിലെ നിലത്ത് ചവിട്ടി മെതിച്ച ഭക്ഷണം പോലെ ഒരു സാധു പെൺകുട്ടിയെ ഇറക്കിവിടാൻ എന്തേ നമ്മൾ പ്രതികരിക്കാത്തത്? എന്തേ നമ്മൾ പ്രതികരിക്കാത്തത്? മൻ റആ മിൻകും മുൻകറൻ, നിങ്ങൾ ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ കൈകൊണ്ട് തടയണമെന്നല്ലേ ദീൻ പറഞ്ഞത്? കൈകൊണ്ട് തടയാൻ നിനക്ക് സാധിക്കൂലെങ്കിൽ ഫബിലിസാനിഹി, നാവെന്തിനുള്ളതാണ്? വെട്ടി വീഴുമ്പോ രുചി നോക്കാൻ മാത്രമുള്ളതല്ല നാവ്. അനർത്ഥം കണ്ടാൽ ഇതിന് ഞങ്ങളില്ലെന്ന് പറയാൻ ആർജവം കാണിക്കുന്ന ഒരു നാവ് വേണം ചെറുപ്പക്കാരെ. ആഹ്ലാദത്തിന് വേണ്ടി അങ്ങാടിയിൽ വെച്ച് സിന്ദാബാദ് മുഴക്കി പരസ്പരം തല്ലുകൂടാൻ വേണ്ടിയല്ല നാവ്. പിന്നെയോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ജീർണതകൾ കാണുമ്പോ ഇത് തെറ്റാണെന്ന് പറയാൻ ഒരു നാവ്. എന്തേ നമ്മൾക്കില്ലാത്തത്? എന്താ നമ്മുടെ വിരുന്നുകൾ? എന്താ നമ്മുടെ സൽക്കാരങ്ങൾ? എന്തൊക്കെ തോന്നിവാസങ്ങളാണ്! മിന്നുന്ന വൈദ്യുതി ബൾബ് കത്താൻ മാത്രം പല കല്യാണ വീടുകളിലും 40,000-വും 50,000-വും ചെലവാണ്. ആ വീട്ടിന്റെ തൊട്ടപ്പുറത്ത് 20 വയസ്സുള്ള 22 വയസ്സുള്ള പെൺകുട്ടി ഇവിടെ നിന്ന് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന സംഗീതത്തിന്റെ ശബ്ദം കേട്ടിട്ട് അടുക്കളയിലെ മുനിഞ്ഞു കത്തുന്ന ബൾബിന്റെ ചുവട്ടിൽ നിന്നിട്ട് തന്റെ തട്ടത്തിന്റെ തല കൊണ്ട് കണ്ണു തുടച്ചിട്ട് പറയുന്നുണ്ടാവുമല്ല, ഇന്നവിടെ ഗാനമേളക്ക് ചെലവായ കാശങ്ങാനും എന്റെ ബാപ്പയുടെ കീശയിലുണ്ടെങ്കിൽ എന്റെ പുതിയ ആപ്പിളയുടെ ഒരു ഗാനം ഇന്ന് ഈ രാത്രി എനിക്ക് കേൾക്കാമായിരുന്നല്ലോ. ഈ ഒരു വിലാപം കേൾക്കാനുള്ള കാത് എന്തേ നമ്മൾക്കില്ലാത്തത്? എന്തേ നമ്മൾ പ്രതികരിക്കാത്തത്? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ പൊങ്ങച്ചമൊക്കെ അവസാനിക്കും എപ്പോ? അന്ന് അവസാനിക്കും. അവിടെ ഒരു പൊങ്ങച്ചം ഉണ്ടാവില്ല, അവിടെ ഒരു പെരുമയുമില്ല. ഈ ആയത്തോതിയിട്ട് അവിടെ നിന്ന് പറയാ, മനുഷ്യൻ പറഞ്ഞു നടക്കുന്നത് മാലി 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 മാലി. വല്ലാത്ത വിഷമം തോന്നുകയാണ്. ഈ അടുത്ത് കാസർഗോഡ് ജില്ലയിലല്ല, വളരെ പേര് കേട്ട ഒരു മനുഷ്യന്റെ വീട്ടിൽ കല്യാണത്തിന് ക്ഷണിച്ചു. നിർബന്ധ ബുദ്ധിയാ ക്ഷണിച്ചപ്പോൾ പോകേണ്ടി വന്നു. ചെന്ന് നോക്കുമ്പോ നഅൂദുബില്ലാഹ്, എന്താ കാണുന്നത്? എന്താ കാണുന്നത്? വേദിയിൽ ആണും പെണ്ണും ഒന്നിച്ച് ഡാൻസ് ചെയ്യുകയാണ്. പാട്ട് കച്ചേരി അരങ്ങ് തകർക്കുകയാണ്. എന്തേ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ജിഹാദ്? ആ മനുഷ്യന്റെ കൈ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, മനുഷ്യ, ഇത് നിങ്ങൾക്ക് ചേർന്ന പണിയല്ല. നിന്റെ അന്നം ഇന്ന് രാത്രി എനിക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞ് തിരിച്ചു പോന്നു. അയാളുടെ മുഖം കറുത്തു. അയാൾ 4 ആളോട് പരാതി പറഞ്ഞു, അവൻ വലിയൊരു മുസ്ലിയാര്, ഇന്നാള് വന്നല്ലോ, മറ്റേ ആള് വന്നല്ലോ, ഇവൻ ആര് എന്ന് ചോദിച്ചു. പക്ഷേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇവിടെ ഉത്ബുദ്ധരായ ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, നമ്മുടെ നാട്ടിൽ ഇത്തരം അനർത്ഥങ്ങൾ ആരെങ്കിലും ചെയ്യുമ്പോ അവന്റെ മുഖത്തു നോക്കി പറയാൻ സാധിക്കണം, നിന്റെ ചോറ് കണ്ടിട്ട് വന്നവരല്ല ഞങ്ങൾ. അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത ഏർപ്പാട് നടത്തുന്ന നിന്റെ ഭക്ഷണം ഈ വീട്ടിലേക്ക് ഞങ്ങളില്ല. നബി പറഞ്ഞു, ഒരു വിരുന്നിന്റെ ഭക്ഷണമാണ് ഏറ്റവും മോശമായ ഭക്ഷണം. ഏതാണ് ആ വിരുന്ന്? ധനികന്മാരെ മാത്രം വിളിക്കുന്ന ആർഭാട കല്യാണം, പാവങ്ങളെ മൈൻഡ് ചെയ്യാത്ത, സാധുക്കൾക്ക് വിലയില്ലാത്ത സൽക്കാരങ്ങൾ പറയാൻ നമ്മൾക്ക് സാധിക്കണം. മനുഷ്യന്മാരെ റസൂലുള്ളാഹി പറയാ, നിന്റെ മുതൽ നിന്റെ മുതൽ എന്ന് പറഞ്ഞ് നീ നടക്കുന്നു. എന്താണോ നിന്റെ മുതൽ നിന്ന് നിനക്ക് കിട്ടിയത്? ഇതൊരു നെഞ്ചത്ത് തുളച്ചു കയറുന്ന ചോദ്യമാണ്. എന്താണോ നിന്റെ മുതൽ നിന്ന് നിനക്ക് കിട്ടിയത്?
എന്നിട്ട് അവിടുന്ന് തന്നെ പറയാ, നീ തിന്ന് നശിപ്പിച്ചതൊഴികെ എല്ലാവരുടെയും വയറ്റിൽ നല്ല ഭക്ഷണം കൊണ്ട് നിറച്ചിട്ടുണ്ടല്ലോ എന്ന് നാളെ രാവിലെ അത് ക്ലോസറ്റിൽ കൊണ്ടുപോയി വിസർജിക്കും. അത് നിന്റെതാണ്, അത് നീ അനുഭവിച്ചതാണ്, അത് നിന്റേതാണെന്ന് പറയാം. അതിന് ഇനി ഒരു അവകാശം വരൂല. അത് എന്റേതാണെന്ന് പറഞ്ഞിട്ട് ആരും വരൂല. എന്തൊരു വാക്കാണ് അവിടെന്ന് പറയാ, നീ തിന്ന് നശിപ്പിച്ച മുതല് അത് നിനക്ക് കിട്ടി എന്ന് നിനക്ക് പറയാം. അല്ലെങ്കിൽ നീ ഉടുത്ത് പിന്നിപ്പോയതും നിന്റേതാണെന്ന് പറയാം. നീ ഇട്ട് പിന്നിപ്പോയ വസ്ത്രം, കീറിപ്പോയ നിന്റെ അടിവസ്ത്രം, നിന്റെ മുണ്ട്, നിന്റെ കുപ്പായം, അത് നീ അനുഭവിച്ചതാണെന്ന് പറയാം. അതിന് വേറൊരാളും വരൂല. വേറെ എന്താണോ നിന്റെ മുതൽ നിനക്കുള്ളത്? നീ പറയും നീ പറമ്പെന്റേതാണെന്ന് പറഞ്ഞിട്ട് ആധാരമെടുത്ത് കക്ഷത്തിൽ വെച്ചിട്ട് നീ കാനൂലിളക്കും, എന്റെ മണ്ണിൽ ചവിട്ടരുതെന്ന്. പക്ഷെ ഈ ആധാരത്തിന്റെ നിന്റെ പേരെഴുതിയ കടലാസിന്റെ താഴെ വേറൊരു ആധാരമുണ്ട്, അതിനടി ആധാരമെന്ന് പറയും. അതിലുള്ള പേര് നിന്റേതാണോ എന്ന് നീ ഒന്ന് നോക്കടാ. അതിലുള്ള പേര് നിന്റേതല്ല, വേറൊരുത്തന്റെ പേരാ. അപ്പോ ഇന്ന് നിന്റെ പേര് വെച്ച കടലാസിന്റെ മേലെ വേറൊരു പേര് വെക്കേണ്ട താമസമേ ഉള്ളൂ. നിന്റെ അധീനതയിൽ നിന്നിത് പോവാൻ. എന്താണ് നിന്റേത്? നിനക്ക് കൊണ്ടുപോവാൻ സാധിക്കുമോ ഒരു തരിമണ്ണ്? നിനക്ക് കൊണ്ടുപോവാൻ സാധിക്കുമോ ഒരു തിരിപ്പൊന്ന്? പറപങ്ങളെ പറ, ഒന്നുമില്ല. സമ്പാദ്യ മുതലിൽ നിന്ന് മോണക്ക് ഫാന, അതുമാത്രമല്ലതിലെപ്പോഴും വഹദാന. പിന്നെ ഖബറിന്റെ വേറൊരവസ്ഥ എന്താ മക്കളെ? ഖബർ ഒറ്റക്കല്ലേ? ലോകത്ത് വേറെ എവിടെയാണ് നമ്മൾ ഒറ്റക്കായത്? എല്ലാ സ്ഥലത്തും കൂട്ടിനാളുണ്ട്. നീ എവിടെ പോകുമ്പോഴും കൂട്ടുകാരുണ്ട്. ഇനി മഹ്ശറിൽ നീ ഒറ്റക്കാണോ? അല്ലല്ലോ. സിറാത്ത് പാലത്തിലും നീ ഒറ്റക്കല്ലല്ലോ. സ്വർഗത്തിൽ ഒറ്റക്കല്ലല്ലോ. നരകത്തിൽ ഒറ്റക്കല്ലല്ലോ. പക്ഷേ ഒറ്റക്ക് കിടക്കേണ്ടത് ഖബറിലാണല്ലോ. ഒറ്റക്കവിടെ കിടക്കണ്ടേ? ഒറ്റക്കവിടെ കിടക്കണ്ടേ? ആരാ ഒറ്റക്ക് കിടക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, നീ ഖബറിൽ ഒറ്റക്കല്ലയോ? എല്ലാരും നിന്നെ ഖബറടക്കി ഇങ്ങ് പോരൂലേ? പോരുന്ന ഓരോരുത്തരുടെയും കാലിലെ ചെരുപ്പിന്റെ ശബ്ദം പോലും ആ ഖബറിൽ നീ അങ്ങ് കേൾക്കൂലേ? ഇന്ന് നമ്മുടെ സുഹൃത്തിനെ ഖബറടക്കിയിട്ട് ഇന്നലെ അവന്റെ തോളത്ത് കൈയിട്ടിട്ട് ഈ പരിപാടിയുടെ നോട്ടീസ് മതിച്ച നിങ്ങൾ, ഈ പരിപാടിക്ക് വേണ്ടി ഓടിച്ചാടി നടന്ന നിങ്ങൾ, നിങ്ങളുടെ കൂട്ടുകാരനെയും അവിടെ കിടത്തി ഇങ്ങ് പോരുമ്പോൾ ഈ കൂട്ടുകാരെ നിങ്ങളുടെ ചെരുപ്പ് നിലത്തൊരക്കുന്ന ശബ്ദം നമ്മുടെ അടുത്തുള്ള കേട്ടുപോയെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഖബർ. എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, കുത്തി ഒലിക്കുന്ന കർക്കടമാസത്തിലെ തിമിർത്ത് പെയ്യുന്ന മഴയുള്ള ഒരു രാത്രി നിനക്ക് പെട്ടെന്ന് ഉറക്കം തെളിഞ്ഞു. കാറ്റടിച്ച് വീശുന്നുണ്ട്, ഇടിയും മിന്നുമുണ്ട്, കറണ്ട് പോയിട്ടുണ്ട്. നിനക്ക് വലിയ പേടി തോന്നുന്നുണ്ട്. കാറ്റ് വന്ന് വാതിലിനടിക്കുന്നുണ്ട്. നിനക്ക് തണുത്തിട്ട് വിറക്കുന്നുണ്ട്. കാലിലേക്ക് പുതപ്പ് താഴ്ന്നു പോയിട്ടുണ്ട്. അതൊന്ന് മേലേക്ക് ഇടണമെന്ന് നിനക്ക് തോന്നുന്നുണ്ട്. പക്ഷേ നിനക്ക് ധൈര്യം പോരാ. നീ തോന്നുകയാണ് ഞാനിതിങ്ങ് വരുമ്പോ റൂമിൽ കള്ളനെങ്ങാനുമുണ്ടോ? എന്നിട്ട് അതേ കിടപ്പിൽ നേരം വെളുപ്പിച്ച ഒരു രാത്രിയില്ലേ പെണ്ണേ, അങ്ങനത്തെ നിന്നെ ഖബറിൽ ഒറ്റക്കാക്കിയിട്ട് ഞങ്ങളിങ്ങ് പോരും കേട്ടോ. ആലോചിക്കാറുണ്ടോ? എല്ലാരും പോയി, തിരക്കുള്ളവർ ആദ്യം പോയി. പിന്നെ ആരാ ബാക്കിയുള്ളത്? അടുത്ത ബന്ധുക്കളുണ്ട്. അവരും ഓരോരുത്തരായി ഇറങ്ങി. അവസാനമുള്ളത് ഇന്നലെ നിന്നെ ചേർത്ത് പിടിച്ച ഭർത്താവാണ്. നീ നൊന്തുപെറ്റ 2 മക്കളാണ്.
അവരുണ്ട് കബറും പുറത്ത്. കബർ കുഴിക്കുന്ന തൊഴിലാളി മൺവെട്ടിയിലെ മണ്ണ് തുടച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അയാളും മൺവെട്ടിയും തോളത്ത് വെച്ച് കൊട്ടയും കയ്യിൽ പിടിച്ചിട്ട് അയാളും ഇറങ്ങി. ഇനി ബാക്കിയുള്ളത് നിന്റെ ഭർത്താവാണ്, നിന്റെ 2 മക്കളാണ്. നിന്റെ ഭർത്താവ് വിതുമ്പി കരയുമ്പോ മക്കളെ ചേർത്ത് പിടിച്ചിട്ട് അയാള് പറഞ്ഞു, മക്കളെ ഉമ്മ പോയല്ലോ, നമ്മളിവിടെ നിന്ന് കരഞ്ഞിട്ട് എന്താണ് കാര്യം, നമ്മൾക്ക് പോകാം, നിന്റെ ഉമ്മക്കല്ല പുറത്തു കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് അവസാനം കണ്ണിൽ പൊടിഞ്ഞ വെള്ളവും തുടച്ച് നിന്റെ ഖബറിന്റെ മേലെ കുടഞ്ഞ് എന്റെ കരളായ ആയിഷ സലാം എന്ന് പറഞ്ഞു അയാളെന്നിറങ്ങുമ്പോ നീ അവിടെ ഒറ്റക്കല്ലേ മോളെ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് കേട്ടോ, അൽ അബ്ദു ഇദാ ഉദിഅ ഫീ ഖബ്രിഹി, ഒരടിമയെ ഖബറിൽ കൊണ്ടുപോയി വെക്കപ്പെടുകയും വതവല്ല, ഖബറടക്കമൊക്കെ കഴിഞ്ഞു വദഹബ അസ്ഹാബുഹു, ആളുകളൊക്കെ പോവാൻ തുടങ്ങിയാൽ നിന്റെ ഭർത്താവ് ഇറങ്ങുമ്പോ ഇന്നഹു ലയസ്മഉ ഖർഅനി ആലിഹി, ഖബറും പുറത്തു നിന്ന് ഖബറടക്കാൻ വന്ന ആളുകൾ ഇറങ്ങുമ്പോ അവരുടെ ചെരുപ്പ് നിലത്തിരക്കുന്ന പരപരാ ശബ്ദം നീ ഖബറിലെന്ന് കേൾക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഖബറിനെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? അത് തന്നെയാ പറഞ്ഞത്, ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുലഞ്ഞാ വിട്ടു നീ കരയേണ്ടതാ. ആ ഒരു ലോകത്ത് നമ്മൾക്ക് കിടക്കണം. എന്താ തലയണ? മണ്ണിന്റെ തലയണ. കിടക്കയോ അതും മണ്ണ്. എല്ലാം മണ്ണ. കിടക്കയും മണ്ണ്, തലയണയും മണ്ണ്. ആ മണ്ണിലാ കിടക്കേണ്ടത്. കവിളത്തൊരു പിടി മണ്ണാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ലൗ അന്ന ലിബ്നി ആദമ വാദിയം മിൻ ദഹബിൻ, ഒരു കാസർകോട്ടുകാരന് ഒരു താഴ്വര നിറയെ സ്വർണം കിട്ടിയെന്ന് വിചാരിക്കുക. ഒരു മല മുഴുവനും അയാളുടെ സ്വർണമാണ്. എന്നാൽ അത് മദീന വിചാരിക്കോ, ഹബ്ബ അൻ യകൂന ലഹു വാദിയാൻ, ഇതുപോലത്തെ ഒരു 2 മലയും കൂടി കിട്ടണമായിരുന്നു എന്നാ അവന്റെ ആഗ്രഹം. എന്നിട്ട് റസൂലുള്ള പറയാ, വലൻ യംല അഫാഹു ഇല്ല തുറാബ്, അവന്റെ വായിൽ നിറയൂല മക്കളെ, മണ്ണല്ലാത്ത ഒന്നും ഉണ്ടാവില്ല. അവസാനം കെട്ടുകളൊക്കെ അയച്ചിട്ട് ഒരു പിടി മണ്ണങ്ങ് വെച്ച് തരും. എന്താ പിടിച്ചോ, വേറെ എന്താ ഉണ്ടാവുക? വേറെ എന്താ മോനെ ഉള്ളത്? അതുകൊണ്ടൊന്ന് ചിന്തിക്ക്, അള്ളാഹുവിനെ കുറിച്ച് ഓർക്ക്. പ്രിയപ്പെട്ട പെണ്ണെ, ഹറാമിന്റെ ലോകത്ത് നിന്നൊന്ന് മാറി നിൽക്ക്. ഈ സോഷ്യൽ മീഡിയകളുടെ ദുരുപയോഗം എന്റെ മക്കളെ ഒന്ന് നിർത്തിവെക്ക്. 24 മണിക്കൂറും എന്റെ മോന്റെ കണ്ണ് ഇതിലല്ലേ മോനെ? എന്താ നീ തുറക്കുന്നത്? കേരളത്തിലെ ഏതോ ഒരു വൃത്തികെട്ട പെണ്ണ്, ആ വൃത്തികെട്ട പെണ്ണിന്റെ ചില നഗ്ന ദൃശ്യങ്ങൾ ആരോ നെറ്റിൽ പോസ്റ്റ് ചെയ്തപ്പോഴേ നമ്മുടെ കമ്പ്യൂട്ടറുകൾ മുഴുവനും ഹാങ് ആയി പോയില്ലേ? മൊബൈലുകൾ മുഴുവനും പരതിയത് ആ വൃത്തികെട്ട പെണ്ണിന്റെ അടിവസ്ത്രം ഊരുന്നതൊന്ന് കാണാൻ സാധിക്കുമോ എന്ന തിരക്കിലായിരുന്നില്ലേ? ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോയില്ലേ? മെറൈൻ ഡ്രൈവിൽ ചുംബിക്കാൻ പോയ വൃത്തികെട്ടവരെക്കാൾ അധികം അത് കാണാൻ പോയ ആളുകളായിരുന്നില്ലേ? എന്താ നമ്മുടെ അവസ്ഥ? 10,000-കണക്കിന് ആളുകൾ തടിച്ചുകൂടിയത് 35 ആളുകൾ ചുംബിക്കുന്നത് കാണാനായിരുന്നു. എന്താ നമ്മുടെ അവസ്ഥ? എങ്ങോട്ടാ നമ്മൾ പോകുന്നത്? അതുകൊണ്ട് ചിന്തിക്ക്. ഖബർ ഭീകരമാണ്. ആ ഖബറിൽ കിടക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി തങ്ങൾ തന്റെ ശുഅബിൽ ഉദ്ധരിക്കുന്നുണ്ട്. ബിലാൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, യുനാദിൽ ഖബറു കുല്ല യൗം, എല്ലാ ദിവസവും ഖബർ വിളിച്ചു പറയും. എന്താ ഖബർ വിളിച്ചു പറയുന്നത്? അന ബൈത്തുൽ ഖുർബ വ അന ബൈത്തുൽ വഹ്ശ വ അന ബൈത്തുൽ ദൂദ്. എന്താ ഖബർ വിളിച്ചു പറയുന്നത്? ഞാൻ പരിചയമില്ലാത്ത വീടാണ്, ഞാൻ വിജനമായ വീടാണ്. വ അന ബൈത്തുൽ ദൂദ്, ഞാൻ പുഴുക്കളുടെ വീടാണ്. വ അന ബൈത്തുൽ വഹ്ശ, ഞാൻ ഒറ്റപ്പെടലിന്റെ വീടാണ്, ഏകാന്തതയുടെ വീടാണ്.
വഅന ഹുഫറത്തും മിൻ ഹുഫരിന്നാ, ഞാൻ നരകത്തിന്റെ കുഴിയാണ്. ഔ റൗളത്തും മിൻ റിയാദിൽ ജന്ന, അല്ലെങ്കിൽ ഞാൻ സ്വർഗ്ഗത്തിന്റെ പൂങ്കാവനമാണ്. അതാണ് നമ്മൾക്ക് വേണ്ടത്, സ്വർഗ്ഗ പൂങ്കാവനം. അവിടെ ഇങ്ങനെ കിടക്കണം. സ്വർഗത്തിലെ വണ്ടുകളുടെ മൂളൽ കേട്ട് സ്വർഗത്തിലേക്ക് തുറക്കപ്പെട്ട വാതിലിലൂടെ ആ സ്വർഗം ഇങ്ങനെ നോക്കിക്കണ്ട് അങ്ങനെ കിടക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലെങ്കിൽ എന്താണ് ഖബർ? അത് പുഴുക്കളുടെ വീടാണ്, ചിതലുകളുടെ വീടാണ്. ആലോചിക്കണേ, എന്താ ഖബർ പറയുന്നത്? വഅന ബൈത്തുത്തൂദ്, ഞാൻ പുഴുക്കളുടെ വീടാണ്. ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല, തള്ളലാണത് കൊണ്ട്. നിന്റെ വീട്ടിൽ നിന്ന് മയ്യത്തങ്ങെടുക്കുമ്പോൾ വീട്ടിൽ പൊട്ടിക്കരച്ചിലാണ്, വീട്ടിൽ ബഹളമാണ്, വീട്ടിൽ നിലവിളിയാണ്. വഖൽഫീ കരീമാതുൻ അലയ്യാ ബവാകിയാ വഫീ ഇന്ന ഉമ്മീ ഔ ശഖീഖീ വഇത്റതീ. കവി പറയാണ്, എന്റെ മയ്യത്തും എടുത്തിട്ട് മയ്യത്ത് കട്ടിൽ വീട്ടിന്റെ മുറ്റത്തേക്ക് അങ്ങിറങ്ങുമ്പോ കുറെ മാന്യന്മാർ അലയ്യാ ബവാകിയാ, എനിക്ക് വേണ്ടി കരയുകയാണ്. ചിന്തിക്ക്, ഈ പാടുന്ന പാട്ടുകാരൻ നീയാണെന്ന് ചിന്തിക്ക്. അങ്ങനത്തെ പാട്ടും കുറച്ച് പാടാൻ നോക്ക്. അല്ലാതെ അഹങ്കാരത്തിന്റെ പാട്ട് മാത്രം പാടല്ല, ധിക്കാരത്തിന്റെ പാട്ട് മാത്രം പാടല്ല. വഖൽഫീ കരീമാതുൻ അലയ്യാ ബവാകിയാ. ഒരു കവി ഇങ്ങനെ പാടാണ്, എന്റെ മയ്യത്ത് കട്ടിൽ എന്നെയും ചുമന്നിറങ്ങുമ്പോൾ അതാ എന്റെ പിറകിൽ നിന്നൊരൊച്ച കേൾക്കുന്നു. എന്താ കേൾക്കുന്ന ശബ്ദം? എനിക്ക് വേണ്ടി ചിലർ കരയുകയാണ്. ആരാണ് കരയുന്നത്? വഫീഹിന്ന ഉമ്മീ, കൂട്ടത്തിൽ എന്റെ ഉമ്മയും ഉണ്ടല്ലോ. കരയാൻ ഉമ്മയുമുണ്ട്. ഇനി ഉമ്മയില്ലെങ്കിൽ ഭാര്യയുണ്ട്. അല്ലെങ്കിൽ നിന്റെ പൊന്നു മക്കളുണ്ടോ, കരയുന്നോ? മക്കള് കരയാണ് എന്ന് മാത്രമല്ല, യുനാദൂന ഖൽഫൻ നാശി മല്ലാ യുജീബുഹും വഖദ് കുന്തു ഫി ദുനിയാ സരീഅൽ ഇജാബതി. യുനാദൂ, അവർ വിളിക്കുന്നുണ്ട്. ഖൽഫൻ നാശി, മയ്യത്ത് കട്ടിലിന്റെ മറവിൽ നിന്ന്, പിറകിൽ നിന്ന് നിന്റെ മയ്യത്തിങ്ങെടുക്കുമ്പോ നിന്റെ മോനാ വിളിക്കുന്നത് ബാപ്പാ എന്ന് വിളിക്കുക. ഭാര്യ വാതിലിന്റെ മറവിൽ നിന്ന് പറയാ, കൊണ്ടുപോവുകയാണോ? എന്റെ കരളിനെ കൊണ്ടുപോവുകയാണോ? എന്റെ എല്ലാമായ ഭർത്താവിനെ കൊണ്ടുപോവുകയാണോ? മൈനർ യതീമായി കണ്ടടം ഒലിച്ചില്ലേ, മൈനറായ കുഞ്ഞിന്റെ കണ്ണിൽ നിന്ന് വെള്ളമൊലിച്ചില്ലേ? എന്റെ ബാപ്പയ്ക്ക് എന്തേ പറ്റിയത്? എന്റെ ബാപ്പയെ കൊണ്ടുപോയല്ലോ. മണവാട്ടിയെയും വിട്ടതത്ഭുതമല്ലേ, കെട്ടിപ്പുണർന്നവർ ചുംബനം തന്നില്ലേ, അവളന്യമെത്തയിൽ പെട്ടതത്ഭുതമല്ലേ. ഇന്നലെ ഭർത്താവിനോട് ചേർന്ന് കിടന്ന ഭാര്യ ഇന്ന് രാത്രി കിടക്കേണ്ടത് ഒറ്റക്കല്ലേ?
ആ ഭർത്താവിന്റെ ഗന്ധമുള്ള വിരിപ്പിൽ, ആ ഭർത്താവിന്റെ വിയർപ്പ് ഒട്ടിയ വിരിപ്പിൽ ഇന്നൊറ്റക്ക് കിടക്കണ്ടേ ആ ഭാര്യ? അതല്ലേ മരണം, അതല്ലേ വിയോഗം? കവി പറയാണ്, ബാക്കിൽ നിന്ന് വിളിക്കുന്നുണ്ട്. എന്നെ കട്ടിലെടുത്ത് വെച്ച് ആളുകൾ നടക്കുമ്പോ എന്റെ ബാക്കിൽ നിന്ന് ഭാര്യ വിളിക്കുന്നുണ്ട്, മക്കള് വിളിക്കുന്നുണ്ട്, ഉമ്മ വിളിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് മറുപടി കൊടുക്കാൻ സാധിക്കുന്നില്ലല്ലോ. വലിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോ പല ഫോണും വരുമ്പോ നീ ഇങ്ങനെ അങ്ങ് കട്ടാക്കി കളയും. എന്നാൽ നിന്റെ ഭാര്യ അല്ലെങ്കിൽ നിന്റെ മോൻ വിളിക്കുമ്പോ നിന്റെ മുന്നിലുള്ളവരോട് പറയും, ഒന്നുമല്ല, നിന്റെ മോൻ വിളിക്കുന്നുണ്ട്. ആ മോനാണ് ഇന്നും വിളിക്കുന്നത്. നിന്നെ കട്ടിലിൽ വഹിച്ചു കൊണ്ടുപോകുമ്പോ ഉപ്പാന്ന് വിളിക്കുമ്പോ നീ മിണ്ടുന്നില്ലല്ലോ. അവർ ദുഃഖത്തിലാണ്. എന്നാൽ അതേ നിന്നെ കൊണ്ടുപോകുമ്പോ ചിലർ വലിയ സന്തോഷത്തിലാണ്. ആരാ സന്തോഷിക്കുന്നത്? നിന്നെ കിടത്താനുള്ള ബദിരയിലെ 6 അടി മണ്ണിനുള്ളിൽ കാത്തു നിൽക്കുന്ന പുഴുക്കൾ, ഖബർ കുഴിക്കുന്ന തൊഴിലാളി ഖബർസ്ഥാനിൽ കൊണ്ടുപോയി മൺവെട്ടി കൊത്തിയപ്പോ അപ്പൊ തന്നെ അവിടെയുള്ള ജീവികൾക്ക് വിവരം കിട്ടി. അവരടുത്തടുത്ത് വന്ന് നിന്നിട്ടുണ്ടാവും. ഒരുത്തൻ മറ്റൊരുത്തനോട് സ്വകാര്യം പറയുന്നുണ്ടാവും. ഇന്നലെ വരെ തിന്ന പഴയ മയ്യത്ത് ഒഴിവാക്കാം നമ്മൾക്ക്, ഇന്ന് ഫ്രഷായ ബോഡി വരുന്നുണ്ടെന്ന് അവര് സ്വകാര്യം പറഞ്ഞിട്ടുണ്ടാവും. അതേ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നത്. ഒരു മുടി വെളുത്തപ്പോഴേക്ക് നീ കറുത്ത പെയിന്റ് വാങ്ങിയവനാണ്. അതേ നിന്റെ മുഖത്തൊരു ചെറിയ കുരു വന്നപ്പോഴേക്ക് നീ ഡോക്ടറെ കണ്ട് ചികിത്സിച്ചതാണ്. കഷണ്ടി വന്നപ്പോഴേക്ക് വിഗ് വെച്ചതാണ്. ആ നിലയിൽ നീ പോറ്റിയ നിന്റെ ശരീരത്തിലേക്ക് മുഖത്ത് പുരട്ടാൻ ക്രീം വേറെ, കണ്ണിൽ വേറെ, പുരികം വടിക്കാൻ വേറെ, അതേ ശരീരത്തിൽ ഓരോന്നിനും പെർഫ്യൂം വേറെ. അങ്ങനത്തെ നിന്റെ ശരീരത്തിലേക്ക് പുഴുവങ്ങ് കയറിയില്ലേ പെണ്ണേ? പുഴുവങ്ങ് കയറിയില്ലേ? കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല, തള്ളലാണത് കൊണ്ട്. ഈ വന്ന പുഴുക്കളുടെ കയ്യിൽ കാർഡില്ല, അവര് ക്യൂ നിന്നിട്ടുമില്ല. വന്നവർ അടിച്ചു കയറിയിട്ട് നിന്നെ അങ്ങ് തിന്നാൻ തുടങ്ങിയാൽ നിന്റെ അവസ്ഥ എന്ത്? ഒരു 2 ദിവസം കഴിഞ്ഞ് ബദിരയിലെ സുന്ദരി കുട്ടിയുടെ ഖബർ നമ്മളൊന്ന് മാന്തി നോക്കിയാൽ അവളുടെ കണ്ണിന്റെ അഴകെവിടെ? അവളുടെ കേശാലങ്കാരം എവിടെ? അവളുടെ തുടുത്ത കവിളെവിടെ? അവളുടെ മുഴച്ചു നിൽക്കുന്ന ശരീരം എവിടെ? എന്താണ് കാണുന്നത്? കണ്ണിന്റെ കുഴിയിൽ വെള്ളവും നിറയില്ലേ? അത് മുഴുവനും മണ്ണായതത്ഭുതമല്ലേ? ഉദരം ക്രമേണ പഴുത്തു ചീഞ്ഞൊലിച്ചില്ലേ? അത് പൊട്ടി ഖബർ നിറഞ്ഞതത്ഭുതമല്ലേ? 2 ദിവസം കഴിഞ്ഞ് ഖബറൊന്ന് മാന്തി നോക്കിയാൽ മഷിയെഴുതിയ നിന്റെ കണ്ണിന്റെ സ്ഥാനത്ത് മോളെ ഒരു കുഴി മാത്രമുണ്ട്. ഒരു കറുത്ത വെള്ളം നിന്റെ കവിളിലൂടെ ഒലിച്ച് മണ്ണിലൊലിച്ചിട്ടുണ്ട്. ഉദരം ക്രമേണ പഴുത്തു ചീഞ്ഞൊലിച്ചില്ലേ? നിന്റെ വെളുത്ത നിന്റെ വയറ് വീർത്ത് വന്നിട്ട് കബറിൽ കിടന്ന് പൊട്ടിയിട്ട് കബർ മുഴുവനും ചീഞ്ഞ ചലം വന്ന് നിറഞ്ഞു പോയില്ലേ? അങ്ങനെ ഒരു ലോകം, അങ്ങനെ ഒരു വീട് നിനക്ക് വെറുപ്പ് തോന്നുന്നുണ്ടോ? വഴുത് പറയുന്ന മുസ്ലിയാരോട്, മോളെ എങ്കിൽ നാളെ നിനക്ക് കാണാനുള്ളതാണ്. ചുണ്ടത്ത് തിരികെ വെച്ച പാൻ മസാല തോണ്ടി എറിയാൻ സമയമായി മോനെ. ഈ ചുണ്ട് പുഴുക്കൾ വന്ന് തിന്നുമ്പോ നീ ഓർക്കും ആ വൃത്തികേടിനെ കുറിച്ച്, നീ ചിന്തിക്കും ഈ വൃത്തികേടിനെ കുറിച്ച്. അതുകൊണ്ട് സമയത്തിന് വിലയുണ്ടെന്ന് മനസ്സിലാക്കിക്കോ. നന്മ ചെയ്യാൻ മുന്നോട്ട് വന്നോ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എന്നാൽ ഖബറിനെ കുറിച്ച് ഒരൊറ്റ ഹദീസ് കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം.
ഒരു മനുഷ്യന്റെ ഒരവസ്ഥ കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ആരാ ഈ അവസ്ഥ പറയുന്നത്? അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. റസൂലുള്ളാഹി പറയാ, ആരെക്കുറിച്ചാ പറയുന്നത്? മഹാനായ സയ്യിദുനാ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, വലിയ മഹാനാണ്. സഹീഹുൽ ബുഖാരിയിലെ 3519 ഹദീസ്. എന്താ പുണ്യനബി പറയുന്നത്? മഹാനായ സഅദ് ഇബ്നു മുആദ് തങ്ങൾ വഫാത്തായ അന്ന്, സഅദ് ഇബ്നു മുആദ് വഫാത്തായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഅൻ ജാബിർ റളിയല്ലാഹു അൻഹു സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അവിടുന്ന് പറയുന്നത് ഞാൻ കേട്ടു. ജാബിർ പറയാ, ഇഹ്തസ്സൽ അർശു ലിമൗതി സഅദ് ഇബ്നു മുആദ്, സഅദ് ഇബ്നു മുആദിന്റെ വഫാത്ത് കാരണമായി യജമാനനായ റബ്ബിന്റെ അർശ് കുലുങ്ങിപ്പോയി. അത്ര വലിയ മഹാനാണ്. എങ്ങനെ അർശ് കുലുങ്ങിപ്പോയി? എന്തുകൊണ്ട്? ഈ ഒരു വഫാത്ത് കാരണം. അത്ര വലിയ മഹാനാണ്. ആ സഅദിനെ ഖബറടക്കിയതിന് ശേഷം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബർ ചൂണ്ടിയിട്ട് പറഞ്ഞ ഒരു വാക്കുണ്ട്, അതും കേട്ടിട്ട് പോയിക്കോളൂ നിങ്ങൾ ഇന്നത്തെ രാത്രി. എന്നാൽ ഖബർ എന്താണെന്ന് നമ്മൾക്ക് ബോധ്യമാവും. ആ സഅദിന്റെ ഖബർ എത്ര വിശാലമായിരിക്കും! ആ സഅദിന്റെ ഖബർ സ്വർഗ്ഗമായിരിക്കൂലേ? പക്ഷേ സ്വർഗമൊക്കെയാണെങ്കിലും ആ സഅദിനെയും ഖബർ വെറുതെ വിട്ടിട്ടില്ല. ഇത് ഞാൻ വെറുതെ പറയുകയല്ല. ഇമാം നസായി തങ്ങൾ തന്റെ സുനനിലെ 2028 ഹദീസായിട്ട് ഉദ്ധരിക്കുന്നു. വഅൻ അബ്ദുല്ലാഹി ഇബ്നു ഉമറ റളിയല്ലാഹു അൻഹുമാ അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഅദ് ഇബ്നു മുആദിന്റെ ഖബറടക്കം കഴിഞ്ഞിട്ട് അവിടെന്ന് പറയാ, ഹാദല്ലദീ, ആരായി കിടക്കുന്നതെന്നറിയോ? ഉണര് ചെറുപ്പക്കാരാ, ഉണര്, ഒന്ന് കേൾക്കത്, എന്നിട്ട് പോയിക്കോ നീ. ഹാദല്ലദീ, ആരായി കിടക്കുന്നതെന്നറിയോ? തഹറക ലഹുൽ അർശ്, അർശ് കുലുങ്ങിപ്പോയത് ഈ മനുഷ്യൻ മരിച്ചിട്ടാ. അർശ് കുലുങ്ങിയത് ഈ മനുഷ്യൻ മരിച്ചിട്ടാണ്. ഈ മനുഷ്യന് വേണ്ടിയാണ് തുറക്കപ്പെട്ടത് അബ്വാബുസ്സമാ, ആകാശത്തിന്റെ ഒരു വാതിലല്ല, സർവ്വ വാതിലും തുറന്നത് ഈ മനുഷ്യന് വേണ്ടിയാണ്. അത്ര വലിയ മഹാനാണ്. പിന്നെയോ വശഹിദഹു, ഈ മനുഷ്യന്റെ ജനാസ നമസ്കാരത്തിന് സാക്ഷിയായിട്ടുണ്ട്, ജനാസ നമസ്കാരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ആരാ പങ്കെടുത്തത്? 70 അൽഫം മിനൽ മലായികതി, ഒന്നല്ല രണ്ടല്ല 70,000 മലക്കുകൾ ഈ മനുഷ്യന്റെ ജനാസ നമസ്കാരത്തിന് പങ്കെടുത്തിട്ടുണ്ട്. ഇത് കൊട്ടക്കണക്കല്ല, ആരോ പറഞ്ഞ കണക്കുമല്ല. പുണ്യനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, ഇന്ന് സഅദിന്റെ ജനാസ നമസ്കാരത്തിന് സഫ് കെട്ടിയത് 70,000 മലക്കുകളാണ്. ഇനി എന്താ സഅദിന് പോരിശ വേണ്ടത്? എന്നിട്ട് റസൂലുള്ളാഹി പറയാ, ലഖദ് ദുമ്മതൻ, അങ്ങനത്തെ സഅദിനെ ഖബറിൽ കൊണ്ടുപോയി വെച്ചപ്പോൾ ഖബറൊന്ന് ഞെക്കിക്കളഞ്ഞിട്ടുണ്ട്. എങ്കിലെന്താ കൂട്ടരെ ഖബർ? എന്താ കൂട്ടരെ ഖബർ? ഇത് എന്റെ വാക്കാണെന്ന് തോന്നിയോ നിങ്ങൾ? ഇത്ര വലിയ മഹാനായ സഅദിനെ മണ്ണിലങ്ങ് വെച്ച് മോട്ടുപലക വെച്ച് നമ്മൾ ഇങ്ങ് പോരുമ്പോ റസൂലുള്ളാഹി പറയാണ്, ഇത്ര വലിയ മഹാനായ സഅദിനെ ഖബറൊന്ന് ഞെക്കിക്കളഞ്ഞു പോയി. സുമ്മ ഫുരിജ അൻഹു, പിന്നെയാണ് ഖബർ വിശാലമായത്. ആദ്യം സഅദിനെയും ഒന്ന് ഖബർ ഞെക്കിക്കളഞ്ഞു പോയി. ആ ഖബറിലല്ലേ നമ്മൾക്ക് പോവേണ്ടത്? പുണ്യനബി ഒന്നുകൂടെ പറഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ് ഇമാം അഹ്മദ് തങ്ങൾ തന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നുണ്ട്. ആയിഷ ബീവി പറയാ, ഞാൻ കേട്ടതാണ്
എന്താ റസൂലുള്ള പറയുന്നത്? ഇന്നലിൽ ഖബരി ലഗതൻ, ഖബറിനൊരു ഞെക്കലുണ്ട്. ലൗ നജാ മിൻഹാ അഹദ്, ആ ഞെക്കലിൽ നിന്ന്, ആ ഒരു ഇറുക്കലിൽ നിന്ന് ലോകത്താരെങ്കിലും രക്ഷപ്പെടുമെങ്കിൽ ലനജാ മിൻഹാ സഅദ് ഇബ്നു മുആദ് രക്ഷപ്പെടണമായിരുന്നു. ആ സഅദ് പോലും രക്ഷപ്പെട്ടില്ലല്ലോ. അസഅദ് രക്ഷപ്പെട്ടിട്ടില്ല. എന്നിട്ടാണോ ആഖിർ സമാനിലെ ചണ്ടികളായ നമ്മൾ? അതുകൊണ്ട് അല്ലാഹുവോട് കാവൽ തേടിക്കോ, ഹറാമുകൾ കൈയൊഴിച്ചോ, കള്ളിന്റെ ലോകത്ത് നിന്ന് വിട പറഞ്ഞോ, അനാവശ്യങ്ങൾ ഒഴിവാക്കിക്കോ, ആർഭാടങ്ങൾ ഒഴിവാക്കിക്കോ. നിന്റെ ഫേസ്ബുക്കും നിന്റെ വാട്സാപ്പും ഒക്കെ അനാവശ്യത്തിന് ഉപയോഗിക്കല്ല മോനെ. രാത്രി ചെവിയിൽ ഹറാമും വെച്ചങ്ങ് കിടന്നാൽ നേരം വെളുക്കുന്നതിന് മുന്നേ മലക്കുൽ മൗത്ത് നിന്റെ ആത്മാവും കൊണ്ടങ്ങ് പോയാൽ നാളെ രാവിലെ നീ മയ്യിത്താണ് കേട്ടോ. എന്തൊക്കെ മോഹങ്ങളാണ് പലർക്കുമുള്ളത്. ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പോയ തുള്ളക്കും ഒരുപാട് മോഹങ്ങൾ ഉണ്ടാകുമല്ലോ. തന്റെ പൊന്നുമോൾക്കൊരു പുതിയാപ്പിള വേണം. ആ പുതിയാപ്പിളയുടെ കൈ പിടിച്ചിട്ട് സവ്വജതുക വഅൻകഹതുക ബിന്തി എന്ന് പറയണമെന്ന് മോഹിച്ചവനല്ലേ. അല്ലാഹു അയാൾക്ക് പുറത്തു കൊടുക്കട്ടെ, ഖബറല്ല സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ. ഇതേപോലെ എന്റെ മോഹങ്ങളുടെ മേലെ ഒരു ദിവസം നിങ്ങൾ മണ്ണ് വാരി എറിയൂലേ? നിന്റെ മോഹത്തിന്റെ മേലെ ഞാൻ വന്ന് മണ്ണ് വാരി എറിയൂലേ? അതോർക്കണ്ടേ നമ്മൾ. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ താടിരോമത്തിൽ ഒന്ന് വെളുത്തപ്പോൾ ഉമർ പറഞ്ഞതിന് മരണത്തെക്കുറിച്ച് ഒരു വഅദും എനിക്ക് ആവശ്യമില്ലെന്നാണ്. എന്നാൽ 90 കഴിഞ്ഞ കിളവന്റെ തലയിലും ഒരു മുടിയും കറുത്തിട്ടില്ലല്ലോ. കറുക്കുന്നോ വെളുക്കുന്നോ അയാള് കറുപ്പിക്കുകയല്ലേ? ഒരു മുടിയും വെളുത്തിട്ടില്ല, എല്ലാം കറുത്തതാണ്. എന്തുകൊണ്ട്? മരണത്തെക്കുറിച്ച് തീരെ ചിന്തയില്ലെന്നല്ലേ അതിനർത്ഥം. കാലം വരുത്തുന്ന മാറ്റം. ഈ കറുത്ത താടി ഒരു പക്ഷേ അടുത്ത കൊല്ലം വെളുത്തിട്ടുണ്ടാവാം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വെള്ളമുണ്ടക്കാരാ, മലക്കുൽ മൗത്ത് നിന്നെ അന്വേഷിച്ച് നടക്കുന്നുണ്ടെന്നാണ് എന്നോടെന്റെ വെളുത്ത മുടി പറയുന്നത്. ഇതും കറുപ്പിച്ച് ഞാൻ എത്ര ഒളിച്ച് നടന്നാലും മലക്കുൽ മൗത്ത് എന്നെ കാണാതിരിക്കില്ല. ഒരു ബോധം വേണം. വഅലുകൾ കുറെ ഉണ്ടായിട്ട് കാര്യമില്ല. തഖ്വയുള്ള വഅല് വേണം. കേൾക്കുന്നവന് ആത്മാർത്ഥത വേണം, പറയുന്നവന് ആത്മാർത്ഥത വേണം. ഇതൊരു നാടകമായി മാറിയാൽ, ഇതൊരു ആസ്വാദനമായി മാറിയാൽ ഒരു കഥയുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോ എനിക്കൊന്നേ പറയാനുള്ളൂ. ഈ പറയപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഞാൻ നിങ്ങളെ പേടിപ്പിച്ച് നിർത്താൻ വന്നവനല്ല. എല്ലാ പേടിയുടെയും പുറമെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളാരും വിഷമിക്കണ്ട, പേടിക്കണ്ട. നമ്മൾ നിസാരന്മാരല്ല. അല്ലാഹു വലിയ അനുഗ്രഹം നമ്മൾക്ക് ചെയ്തു തന്നിട്ടില്ലേ? അല്ലാഹു നമ്മൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നില്ലേ മക്കളെ? നമ്മൾ എന്തിനാ പേടിക്കുന്നത്? നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഞാൻ പേടിപ്പിക്കാൻ വന്നതല്ല, ഞാൻ കാര്യം പറഞ്ഞതാണ്. നിങ്ങളെ വിഷമിക്കണ്ട. അല്ലാഹു നമ്മൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നിട്ടില്ലേ? റസൂലുള്ളാഹിന്റെ പിതൃവ്യനല്ലേ അബൂലഹബ്? ആ അബൂലഹബിന്റെ മടിയിലല്ലേ മുത്തുനബി കിടന്നത്? അബൂലഹബിന്റെ ചുണ്ട് ചേർത്ത് വെച്ചത് അവിടുത്തെ കവളത്തല്ലേ? എന്നിട്ട് അബൂലഹബിന് അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്തോ മോനെ? അല്ലാഹു കൊടുത്തിട്ടില്ല. ആ മനുഷ്യനെ ആക്ഷേപിക്കാനല്ലേ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ അല്ലാഹു ഇറക്കിയത്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. ആരാണ് അബൂലഹബ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബാപ്പാന്റെ സഹോദരനല്ലേ? അല്ലാഹു കൊടുത്തോ? കൊടുത്തില്ല. എന്നാൽ ബദരിലെ റസൂലുള്ളാഹിന്റെ കുടുംബക്കാരനല്ലാത്ത, അവിടുത്തെ കാണാത്ത, അവിടുത്തെ കണ്ടവരെ കാണാത്ത പാവപ്പെട്ട തെങ്ങുകയറ്റക്കാരനായ മോനെ
നിനക്കല്ല തന്നില്ലടോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. വേറെന്താ വേണ്ടത്? വീടില്ലെങ്കിൽ എന്താ, കുറച്ച് കടം വന്നു പോയാലെന്താ, ഷുഗർ വന്നു പോയാലെന്താ, പ്രഷർ വന്നു പോയാലെന്താ, അറ്റാക്ക് 2 കഴിഞ്ഞു പോയാലെന്താ? അബൂജഹൽ കഅബയുടെ മുറ്റത്ത് കോട്ടി കളിച്ചവനല്ലേ, അല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്തോ? എന്നാ ബദരിലെ കാരണോരെ 5 കൊല്ലമായി അപേക്ഷ കൊടുത്ത് കാത്തു നിൽക്കുന്നു ആ മക്കത്തെ പള്ളിയൊന്ന് കാണാൻ. നമ്മളല്ലേ ഭാഗ്യവാന്മാർ. ഉത്ബത്തിന് കിട്ടാത്ത ഭാഗ്യം, ശൈബത്തിന് കിട്ടാത്ത ഭാഗ്യം, വലീദിന് കിട്ടാത്ത ഭാഗ്യം, അതേ അബൂലഹബിന് കിട്ടാത്ത ഭാഗ്യം, ആഖിർ സമാനിൽ ഈ കാസർകോട്ടിന്റെ മണ്ണിൽ പാർക്കുന്ന നിനക്ക് അല്ലാഹു തന്നില്ലയോ? അതുകൊണ്ട് ഇതിൽ ഉറച്ചവിടെ നിന്നോ, ഒരു പേടിയും പേടിക്കണ്ട. നാളെ സ്വർഗത്തിന്റെ ലീഡർമാരിൽ ഒരാൾ ബീവി ആസിയ റളിയല്ലാഹു അൻഹയാ പെണ്ണുങ്ങളെ. എന്നാൽ ആസിയയുടെ കൂടെ കിടന്ന ഭർത്താവ് ഫിർഔൻ നരകത്തിന്റെ ബ്രാൻഡ് അംബാസഡറാണ് കേട്ടോ. അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്തിട്ടില്ല. ആ ഫിർഔന്റെ കൈക്കണ്ടയില ആസിയ ബീവി തലവെച്ച് കിടന്നത്. ആസിയ സ്വർഗത്തിലും ഫിർഔൻ നരകത്തിലുമാണ്. അല്ലാഹു നമ്മൾക്ക് ചെയ്ത ഭാഗ്യം എത്ര വലുതാ. 950 കൊല്ലം വഅദ് പറഞ്ഞ് നടന്ന മഹാനാണ് സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം. ആ നൂഹിന്റെ കൂടെ കിടന്ന ഭാര്യ നാളെ നൂഹിന്റെ കൂടെ സ്വർഗത്തിൽ ഇല്ല കേട്ടോ. നൂഹ് നബിയുടെ ഭാര്യ നരകത്തിന്റെ ലീഡറാണ് കേട്ടോ. നമ്മളാരാ? നമ്മൾക്ക് കിട്ടിയ ഭാഗ്യം എത്ര വലുതാ. ഏതോ തെമ്മാടിയായ മനുഷ്യന്റെ കൂടെ കിടക്കാൻ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് വലിച്ചെറിഞ്ഞ് കണ്ട ഡ്രൈവറുടെ കൂടെ, കണ്ട പ്ലംബറുടെ കൂടെ, കണ്ട കാർപ്പന്ററുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന പെണ്ണേ, നീയൊന്ന് ചിന്തിച്ചോ, ഈ വൃത്തികേട് വലിച്ചെറിഞ്ഞോ? നിനക്ക് മനസ്സിലായോ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വില? നിനക്ക് മനസ്സിലായോ? നൂഹ് നബിയുടെ ഭാര്യക്ക് കിട്ടാത്ത, ലൂത്ത് നബിയുടെ ഭാര്യക്ക് കിട്ടാത്ത, ആസിയയുടെ ഭർത്താവിന് കിട്ടാത്ത, പുണ്യ നബിയുടെ എളാപ്പക്ക് കിട്ടാത്ത ഭാഗ്യം അല്ലാഹു നമ്മൾക്ക് തന്നിട്ടുണ്ട്. മരണത്തിന്റെ സെക്കൻഡ് വരെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ജീവിച്ച് അവസാനം ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് ഈ ലോകത്ത് നിന്ന് നമ്മൾക്കങ്ങ് പോവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ.